നമസ്കാരം ഷൈന. നമസ്കാരം. നമസ്കാരം. അപ്പോ നമ്മള് കുറച്ച് ദിവസമായി ഇങ്ങനെ സംസാരിക്കണം സംസാരിക്കണം എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, എപ്പോഴാണ് ഫസ്റ്റ് ഐ കെയിം ടു നോ അബൌട്ട് യു. ഐ തിങ്ക് മാതൃഭൂമിന്റെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനൊക്കെയാണ് ഞാൻ യൂട്യൂബിൽ വരെ കണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പുസ്തകങ്ങൾ, പിന്നെ ഞാൻ ഒരു പ്രാവശ്യം നാട്ടിൽ ചെന്നപ്പോൾ പുസ്തകം കിട്ടിയില്ല. ഇപ്രാവശ്യം വന്നപ്പം ഷൈന അയച്ചു തന്നു. ചെറുകഥകൾ ഒറ്റയടിക്ക് ഇരുന്ന് വായിക്കുന്ന സ്വഭാവം എനിക്കില്ല, പക്ഷെ ഈ പുസ്തകം രണ്ടും ഞാൻ ഒറ്റയടിക്ക് വായിച്ചു തീർത്തു. കാരണം ചെറുകഥകൾ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ട് അതിന് നമ്മളുടെ ഉള്ളിൽ വലുതാവാൻ ഒരു സമയം കൊടുക്കണം. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ഇമ്മീഡിയറ്റ്ലി ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ചിലപ്പം ഇതാവില്ല. പക്ഷേ ഇത് ഐ കണ്ടിന്യൂഡ് റീഡിങ് ത്രൂ ഇറ്റ്. അപ്പൊ ആദ്യം ഫസ്റ്റ് പുസ്തകം എഴുതാൻ ഉണ്ടായ ഒരു കാരണത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ആഹ് അതെനിക്കും ഭയങ്കര കൃത്യമായിട്ടൊരു മറുപടി ഇല്ലാതെ, കാരണം നമ്മള് എനിക്ക് തോന്നുന്ന ചെറുപ്പത്തിൽ ഒരു ഇത്തിരി ഇൻട്രോവേർട്ട് ആയിട്ടുള്ള സ്വഭാവമുണ്ട്. അപ്പം അന്ന് നമുക്ക് ഈ ഫോൺ കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് വായനയാണ് ഒരു പരിപാടി. ഉപ്പാക്ക് അത്യാവശ്യം ഒരു പുസ്തകങ്ങളുടെ കളക്ഷൻ ഉണ്ടായിരുന്നു, അപ്പൊ അതാണ് ആക്സസ്. അപ്പൊ അത് അധികം ഇംഗ്ലീഷ് പുസ്തകങ്ങളായിരുന്നു. ഞാൻ മലയാളം മീഡിയമാണ് പഠിച്ചത്. അപ്പൊ അങ്ങനെ വായിച്ച് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ആ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ ആ വാക്കുകളുടെ ഒരു ലോകം ഭയങ്കരമായിട്ട് എന്നെ ഫാസിനേറ്റ് ചെയ്തു. പല നാട്ടിൽ നിന്നുള്ള കഥകള്, അതെല്ലാം ഇപ്പൊ നമ്മൾ കണ്ട നാടുകളൊന്നുമല്ല, നമുക്കറിയുന്ന മനുഷ്യന്മാരുമല്ല. പക്ഷെ വായിക്കുമ്പോൾ നമ്മളിത് നമുക്ക് അത്രയും അടുത്ത് നിൽക്കുന്നത് പോലെ വായിക്കാൻ പറ്റുന്നുണ്ട്. ഏത് കൾച്ചറായാലും ഏത് സാധനം. അത് എനിക്ക് വളരെ പറഞ്ഞ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ സാധനം. അപ്പൊ എനിക്കൊന്ന് ചെറുപ്പത്തിൽ അത് മനസ്സിൽ കയറി ഉണ്ടാവും, ഇതുപോലെ ഒരു ലോകം സൃഷ്ടിക്കണം എന്നുള്ളത്. ഞാൻ പക്ഷെ എഴുതി തുടങ്ങുന്ന ലേറ്റ് ആയിട്ടാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല. അപ്പൊ നമ്മളെ ഫാമിലിയിൽ അങ്ങനെ എഴുതുന്ന ആൾക്കാരോ ഇതൊന്നുമില്ല. പിന്നെ സ്കൂളിൽ എനിക്കൊന്ന് ആദ്യം ഒരു കഥ എഴുതി കൊടുത്തപ്പോൾ ടീച്ചർ വിളിച്ചിട്ട് ഇത് ഷൈൻ എന്നെ എഴുതിയാണോ എന്ന് ചോദിച്ചപ്പോൾ നമുക്കൊരു എന്തോ കുറ്റം ചെയ്ത ഒരു ഫീലാണ്, നമ്മൾ എന്തോ കള്ളത്തരം ചെയ്തു എന്നുള്ളത്. അതുകൊണ്ട് പിന്നെ പഠിക്കുന്ന കാലത്ത് ഒരു മാഗസിനിൽ എഴുതാനുള്ള കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. നമ്മള് നോട്ട്ബുക്കിലോ ഡയറിയിലോ എഴുതി വെക്കുന്ന സാധനങ്ങൾ. പിന്നെ അന്ന് ലൈക്ക് എവ്രി വൺ ഐ യൂസ് ടു സെൻഡ് ദീസ് സ്റ്റോറീസ് ടു മാതൃഭൂമി. അന്ന് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം അതാണല്ലോ, മാതൃഭൂമി വീക്കിലിയിൽ വരണം എന്നുള്ളത്. ഒന്നും പബ്ലിഷ് ചെയ്ത് വന്നില്ല. പിന്നെ ഞാൻ അവരുടെ ലേഖനങ്ങളൊക്കെ വായിച്ചിട്ട് കത്തെഴുതാൻ തുടങ്ങി. എനിക്ക് ആകെയുള്ള ആഗ്രഹം എന്റെ പേര് അച്ചടിച്ച് കാണണം ആഴ്ചപതിപ്പില്. ഇതൊന്നും തന്നെ സംഭവിച്ചില്ല. പിന്നെ ഈ എഴുത്ത് മുഴുവൻ എന്റെ ഒരു ലോകത്താ. ഇത് ഞാൻ ഒരാളോടും പങ്കുവെച്ചിട്ടില്ല, ഒരു സുഹൃത്തിനോടും ഒന്നും കാണിച്ചിട്ടില്ല. പിന്നീട് കുറെ കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു ഞാൻ ജേർണലിസം ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മളല്ലാതെ ഉള്ള കുറച്ച് ആർട്ടിക്കിളും ഒക്കെ എഴുതി പേരച്ചടിച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് പതുക്കെ കഥകൾ കൊടുക്കുന്നത്. ഒരു ബ്രേക്ക് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കൗൺസിലിന്റെ ഒരു കോമ്പറ്റീഷൻ വന്നു വേൾഡ് വൈഡ്. അപ്പം അവരിങ്ങനെ തീമുണ്ട്, 400 വേർഡ്സ് ഇന്ന സബ്ജക്റ്റില് ഒരു ടൈറ്റിൽ ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് അങ്ങനെയാണ് ഒരു ഒരു ഇൻസ്പയർഡ് ബൈ ടാഗോർ ആയിരുന്നു ആ പ്രാവശ്യത്തെ. അങ്ങനെ ഒരു കഥ കൊടുത്തു. ഏഹ്, അത് അയക്കുമ്പോഴും എന്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്താ ചെയ്തത്, എന്തായാലും പബ്ലിഷ് ചെയ്യൂല. അങ്ങനെ ഒരു വേൾഡ് വൈഡ് ഇംഗ്ലീഷിലുള്ള കോമ്പറ്റീഷനാണ്. പക്ഷെ അത് വന്നു. അപ്പൊ അത് നമ്മൾക്ക് അത്യാവശ്യം ഒരു കോൺഫിഡൻസ് തന്നു. അത് പിന്നെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മാതൃഭൂമി കൊടുത്തു. അതാണ് മാതൃഭൂമി വീക്കിലിയിൽ വരുന്ന ഫസ്റ്റ് കഥ, നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അങ്ങനെയാണ് എഴുതി എഴുതിയിട്ട് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് പിന്നെ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ കുറച്ചുകൂടെ വലുതാക്കി. മറ്റേ 400 വേർഡ്സ് എന്നൊരു ലിമിറ്റഡ്. അപ്പൊ ഇത് ചെറുതായിട്ട് കുറച്ചുകൂടെ ഒക്കെ ആഡ് ചെയ്തു. അങ്ങനെ ആക്കിയപ്പോൾ അത് പബ്ലിഷ് ചെയ്ത് തന്നു. അത് പബ്ലിഷ് ചെയ്ത് വന്നപ്പം കുറേ നല്ല ഫീഡ്ബാക്ക്. നമുക്ക് ഒരു പരിചയമില്ലാത്ത കുറെ പേര് വിളിക്കുന്നു. അപ്പൊ അത് ഇങ്ങനെ കൊള്ളാം എന്നുള്ള ഒരു ഇ- കോൺഫിഡൻസിലാണ് തുടങ്ങുന്നത്. പക്ഷെ ഇതിലുണ്ടോ ആ കഥ? എനിക്ക് തോന്നുന്നു ആ കഥ ഉണ്ട്, എന്റെ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞിട്ട്, ആ, എന്റെ ആദ്യത്തെ. നോട്ട്ബുക്ക് എന്ന് പറഞ്ഞ കഥ. ഓക്കെ. ആ പക്ഷെ ആ കഥ വന്നപ്പോൾ ഈ പറയുന്ന ഒരുപാട് വിമർശനങ്ങൾ വന്നു. കാരണം അതിൽ ഉപയോഗിച്ച ഭാഷ, ഇമേജസ് ഒക്കെ വെച്ചിട്ട് ഒരു പെണ്ണെഴുതുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ ആ ആ ആ ഈ എഴുതുന്ന. അപ്പം പേഴ്സണൽ ലൈഫ് എന്നുള്ള സ്റ്റോറിയാണോ? കാരണം ഇപ്പൊ എന്റെ പേര് കേൾക്കുമ്പോൾ ഒരു മുസ്ലിം പേരാണ്. ആ അപ്പൊ ആ സ്വാഭാവികമായിട്ടും ഇത് എന്നെ നേരത്തെ കെട്ടിച്ചു വിട്ടിട്ട് എന്റെ അനുഭവമാണെന്നുള്ള രീതിയിലൊക്കെ വായിക്കപ്പെട്ട് കുറെ. അപ്പൊ നമുക്ക് അടുത്ത കഥ എഴുതുമ്പോ ഒരു പ്രശ്നമാണ്, ആ, എഴുതണോ ഈ രീതിയിൽ വായിക്കപ്പെടുമ്പോൾ സാധനം. പക്ഷെ പിന്നെ നമ്മൾ അതിൽ സീരിയസ് ആകുമ്പോൾ പിന്നെ ആൾക്കാർ എന്ത് പറയുന്നു എന്നുള്ളത് മറക്കുക എന്നാണ്. ഐ ട്രൈ ടു ഓവർകം ദാറ്റ്.
അങ്ങനെയാണ് എഴുത്തിലേക്ക് വരുന്നത്. അപ്പൊ ആ ഒരു ഇപ്പൊ ഞാനിത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ ആൾക്കാർ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, പെണ്ണെഴുത്ത് എന്ന് പറയുന്നൊരു. ആൻഡ് ഞാൻ ധാരാളം സ്ത്രീകൾ എഴുതിയ സംഭവം ഞാൻ വായിച്ചിട്ടുണ്ട്. ഏഹ്? ആഹ് ഞാൻ പക്ഷെ ഒരിക്കലും അതിനെ ഒന്ന് ഡിഫറെന്റ് ആയിട്ട് നോക്കാൻ ശ്രമിച്ചിട്ടില്ല. കാരണം എന്താണെന്നത് മനസ്സിലാക്കിയെടുക്കുക. പക്ഷേ ഷൈനയുടെ കഥകൾ വായിച്ചപ്പം എനിക്കെന്തോ ആസ് എ മാൻ ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ഹാപ്പനിങ് ഇൻ എ വുമൻസ് വേൾഡ് ദാറ്റ് പ്രോബ്ലി ഐ ഡിഡ് നോട്ട് നോ എന്നുള്ളൊരു സംഭവം. അറിയാ അറിഞ്ഞില്ല എന്നുള്ളതല്ല, പക്ഷെ അതിനെ ഈ രീതിയിൽ വായിച്ചെടുക്കുക എന്നുള്ളത് പലപ്പോഴും പറ്റിയിട്ടില്ല എന്ന് തോന്നി. അത് ചെറുകഥ ആയതുകൊണ്ടാണോ അല്ല നോവൽ ആകുമ്പോഴേക്കും അത് ആ നോവലിന്റെ ഒരു ലോകത്തേക്ക് നമ്മൾ പോകുമ്പോൾ അത് എഴുതിയത് ആരാന്നുള്ള കുറച്ച് കഴിഞ്ഞിട്ടെങ്കിൽ നമ്മൾ എഴുത്തുകാരനെ മറന്നു പോകുമല്ലോ. ആ ഒരു എഴുത്തുകാരനെ മറന്നു പോയല്ലോ നോവൽ നീണ്ടു പോകുമ്പോൾ. പക്ഷേ കഥകളാവുന്ന സമയത്ത് ഐ തിങ്ക് ഓരോ കഥയിലും ഓരോ രീതിയിലും ഓരോ സൂചി കൊണ്ട് കുത്തണ മാതിരി ഒരു സംഭവമാണ്. മറ്റേതൊരൊറ്റ കുത്തയുള്ള അവസാനം. ഇത് അങ്ങനെയാണല്ലേ? എങ്ങനെ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദിസ് ഹോൾ കോൺസെപ്റ്റ് ഓഫ് അങ്ങനെ? അതെനിക്കല്ല വായന. ഇപ്പൊ ഞാൻ എന്ത് വായിക്കുമ്പോഴേ പറഞ്ഞാൽ അബാൻഡൻ എന്നുള്ള പോലെ. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ ആളെ എഴുതിയതാണോ എന്നുള്ള പോലും നമ്മൾ ഒരു തുടക്കം കഴിഞ്ഞാൽ അത് വിട്ടുപോകും. പിന്നെ നമ്മൾ ആ കഥയിലേക്കാണ് അതിന്റെ ആ നറേഷന്റെ കൂടെ പോവാന്നുള്ള കഥ. എനിക്ക് തോന്നി പറഞ്ഞ ഒരു ചെറിയ ചട്ടക്കൂടിൽ എഴുതുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ എനിക്കല്ല, ഞാൻ നോവൽ ഇതുവരെ അറ്റംപ്റ്റ് ചെയ്തില്ല. കുട്ടികളുടെ ഒരു നോവൽ ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ പരിപാടിയിലേക്ക് നീങ്ങിയിട്ടില്ല. അപ്പൊ ആ ഒരു ചെറിയ ഫ്രെയിമിൽ ചെറിയ സ്പേസിൽ പറയുമ്പോൾ കുറച്ചുകൂടെ കൺട്രോൾഡ് ആയിട്ട് പറയേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. മറ്റേ നമുക്ക് ഇഷ്ടംപോലെ സമയം കിടക്കുന്നു എന്ന് പറയുന്ന പോലെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് അത് ഡെവലപ്പ് ചെയ്യാനും കുറെ കാര്യങ്ങൾ പറയാനും. മറ്റേത് അത്രയില്ല. കുറച്ചുകൂടെ ഒരു കൺട്രോൾഡ് ആയിട്ടാണ് ചെറുകഥകളിലേക്ക് വരുമ്പോ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേർഡ്സ് കൊണ്ട് ഒരു ഇമേജറി ക്രിയേറ്റ് ചെയ്തിട്ട് ലെറ്റ് ദ റീഡർ ടേക്ക് ദ അതായത് റെസ്റ്റ് നമുക്ക് എന്നുള്ള ഒരു ഒരുപാട് സംഭവമാണ്. ഒരു സ്പേസ് ഇല്ല. കുറെ കാര്യങ്ങൾ പൊതുവെ എനിക്കിപ്പോ സിനിമയിലും പുസ്തകമായാലും വായിക്കുമ്പോഴും എന്നെ ഒരു ടു മച്ച് എക്സ്പ്ലനേഷൻ ഉള്ള സാധനങ്ങൾ എനിക്ക് അത്ര ഇഷ്ടമല്ല. കുറച്ച് നമ്മൾ ആ റീഡേഴ്സിനോ വ്യൂവേഴ്സിനോ വിടണം. കാരണം അവര് അതിന്ന് എന്താ എടുക്കട്ടെ. എനിക്ക് എപ്പോഴും അങ്ങനെയുള്ള സിനിമകളും പുസ്തകങ്ങളും എന്നെ ആകർഷിക്കാറുണ്ട്. എല്ലാം നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്യാതെ കുറച്ച് സാധനങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ള സെറ്റിലായിട്ട് പോകുന്ന സാധനങ്ങൾ. അപ്പൊ എഴുത്തിലും ചെറുകഥയിൽ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ സ്കോപ്പ് ഉണ്ട്. നമുക്ക് ഇതിന് ഒരുപാട് വിവരിക്കേണ്ട ചില സൂചനകൾ ഒരു വാചകോ വാക്കിലോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ അതൊന്ന് ഒതുക്കി പിടിക്കാം എന്ന് കുറച്ച് ബുദ്ധിമുട്ടുമാണ്. പക്ഷെ അതേസമയം അതിന്റെ ഒരു 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 രസമുണ്ട് അങ്ങനെ നമ്മൾ കാര്യങ്ങളൊന്ന് ചെറുതാക്കി പറയുന്നതിൽ. അതുണ്ട്. ഐ തിങ്ക് ഇപ്പൊ ഷോർട്ട് സ്റ്റോറീസ് വായിക്കുമ്പോൾ മുമ്പൊക്കെ ഞാൻ ഇവിടെ ഫ്ലാഷ് ഫിക്ഷൻ എന്നുള്ള, ഇപ്പം എന്റെ നോട്ട്ബുക്ക് ആക്ച്വലി ഫ്ലാഷ് ഫിക്ഷനിൽ പെടുത്താൻ പറ്റുന്ന ഒരു ഇതാണ്. ഇപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ 500 വാക്കിന്റെ താഴെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവമാണല്ലോ. അതൊരു ഒരു ഒരു ഗ്ലിംസ് ഓഫ് എ മൂമെന്റ് ആണ്. അത് മാത്രമേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തും തുടക്കവും അവസാനവും സൈഡിലുള്ള ഒന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ ആ ഒരു പോയിന്റഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ ബാക്കി, അപ്പൊ ഓരോരുത്തരും വായിക്കുന്നത് ഒരേ കഥയല്ല എന്നുള്ളതാണ് അതിന്റെ ഫൈനലി അത് അവരുടെ അടുത്തേക്ക് എത്തുമ്പോൾ. നോവലിൽ നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. കഥയാകുമ്പോൾ ഈ പറഞ്ഞ ഒരുപാട് സ്പേസ് ഉണ്ട്. അപ്പൊ ആളുകൾക്ക് അത് എങ്ങനെ വേണമെങ്കിലും എടുക്കാനുള്ള ഒരു അവരുടെ ഒരു കുറച്ചുകൂടി ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുണ്ട്. ഷൈന് വളർന്നൊക്കെ കോഴിക്കോടാ? അല്ല, ഞാൻ ശരിക്ക് മലപ്പുറമാണ്. മലപ്പുറം എന്ന് വെച്ചാൽ പകുതി പകുതി തലശ്ശേരിയാണ്. പക്ഷെ ഞാൻ ജനിച്ചു വളർന്നൊക്കെ മലപ്പുറമാണ്. കോഴിക്കോട് പിന്നീട് വന്ന് സെറ്റിൽ ആയതാണ്. ചെവായരാണല്ലേ? ചെവായില. ഞാനും ചെവായരാണ്. അതാണ് ഞാൻ പെട്ടെന്ന് ഇതിലിങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ചെവായർ എന്നുള്ളത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചെവായരാണെന്നുള്ളത്. ഈ ഇതില് ലേഡീസ് കൂപ്പെ എന്ന് പറഞ്ഞിട്ടുള്ള കഥ, അത് ആ ഒരു കഥ വായിച്ചിട്ട് എന്തായിരുന്നു ആൾക്കാരുടെ അഭിപ്രായം? എന്താണ് ജനറലി what you got? അതിന്റെ സത്യത്തിൽ ആ പുസ്തകത്തിന് ആ ടൈറ്റിൽ വന്നപ്പോ
ഒന്ന് തീണ്ടാരി ഇപ്പം എനിക്ക് തോന്നുന്നു ആർക്കേക്ക് ആയിട്ടുള്ള ഒരു വേർഡാണ്, നമ്മൾ അധികം ആ, യൂസ് ചെയ്യുന്നില്ല. ആ, ഇപ്പോഴത്തെ ജനറേഷൻ ഇപ്പൊ അറിയുന്ന പോലും ഉണ്ടാവില്ല. അറിയണ്ടാവില്ല. അപ്പം പുസ്തകത്തിന് ഈ ടൈറ്റിൽ ഇട്ടപ്പം കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമന്റ് കിട്ടിയത്, അതായത് നമ്മൾ അറിയുന്ന ആൾക്കാരും അല്ലാതെ, അയ്യേ ഒരു പുസ്തകത്തിന് ഇതാണോ പേരിടുക എന്നുള്ള ഒരു സാധനം. ആ, പിന്നെ ഒരു സുഹൃത്ത് മെസ്സേജ് ഈ ബുക്ക് കണ്ടപ്പോൾ വീട്ടിലത്തെ സ്ത്രീകള് ഇങ്ങനത്തെ പുസ്തകമൊക്കെയാണോ വായിക്കുന്നത്, അതായത് ഈ പുസ്തകം കൊണ്ട് നമുക്ക് പബ്ലിക്ലി വെക്കാൻ പറ്റില്ല, മേശപ്പുറത്ത് വെക്കാൻ പറ്റില്ല, ഇങ്ങനത്തെ പുസ്തകങ്ങളാണോ വായിക്കുന്നത്, കാരണം ആ ടൈറ്റിൽ വരും. അത് കഴിഞ്ഞിപ്പോ ട്രാൻസ്ലേഷൻ വന്നപ്പോൾ മെൻസ്ട്രുവൽ കുപ്പ എന്ന് പറഞ്ഞ് ഇത് വന്നപ്പോൾ ഏതോ ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് ഒക്കെ ആരോ അയച്ചത്, അതായത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്ന ഒരു പേരല്ല ആഹ് ഇങ്ങനെ പുസ്തകത്തിനൊക്കെ ഇടുന്നതല്ല. അപ്പൊ ഇപ്പോഴും നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ആ ടെബു ഉണ്ട് ഈ ഒരു വാക്ക്. എനിക്ക് തോന്നുന്നു ആ ശബരിമല ഒരു സമരം ഇഷ്യൂ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് അറ്റ്ലീസ്റ്റ് മലയാളികൾ ആർത്തവം എന്നുള്ള ഒരു വാക്ക് ഓപ്പൺലി കേട്ടതെന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സിനിമയിലും ഒക്കെ ബ്രെഡ് അങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരു സാധനത്ത് നിന്ന് ഇത് ആവർത്തിച്ച് പറഞ്ഞു പറഞ്ഞ ആ വാക്ക് ഓക്കെ, ഉം. ഇത് സംഭവിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോ അതിന്റെ മുമ്പാണ് ഈ പുസ്തകം വരുന്നത്. അപ്പൊ ആ പേരിന്റെ മുകളിൽ ആയിരുന്നു, പ്രത്യേകിച്ച് പുസ്തകത്തിനുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു പുസ്തകത്തിന് പേരിടുന്നത് മോശമല്ലേ എന്നുള്ള രീതിയിൽ കഥ വന്നപ്പോ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഇഷ്യൂ ആണ്. അപ്പം ഇതിനെ കുറിച്ചൊക്കെ എഴുതുന്നു എന്നുള്ള എനിക്ക് അവരോട് എപ്പോഴും അത് വളരെ മോശമായിട്ട് കാണുന്ന കുറെ ആളുകൾ, സ്ത്രീകളടക്കം. കാരണം ഈ നമ്മൾ പുസ്തകത്തില് ഓപ്പൺലി പറയും. ഈ പുസ്തകത്തിൽ കുറെ കഥകൾ ഞാൻ നോക്കിയപ്പം അത് വായിച്ച് കഴിഞ്ഞപ്പോ റെസ്പോൺസ് പലതായിട്ട് എന്റെ മനസ്സിലേക്ക് വന്നു. കാരണം എന്താ വെച്ചാൽ എന്റെ റെസ്പോൺസ് അല്ല, ഒരു സമൂഹത്തിൽ എന്തായിരിക്കും ഇങ്ങനെ ഓരോ കഥകളുടെയും റെസ്പോൺസ് ഉണ്ടാവുക എന്നുള്ളത്. ഏഹ് ആ റെസ്പോൺസുകൾ ഒരു ഒരു കൺസർവേറ്റീവ് സൊസൈറ്റിക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റുന്ന ഒരു കഥകളായിട്ട് എനിക്ക്, ദാറ്റ്സ് നോട്ട് ഹൗ ഐ സോ ഇറ്റ്. അപ്പൊ അങ്ങനെ കഥകൾ എഴുതുന്നത്, അവിടെ ഇരുന്നിട്ട് അങ്ങനെ കഥകൾ എഴുതുന്നത്, അതിന്റെ ഒരു ആവശ്യമെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇപ്പൊ നേരത്തെ ഇങ്ങനെ പേരിട്ടു എന്ന് പറഞ്ഞപ്പോ എന്തിനാണ് ഇങ്ങനെ കഥകൾ എഴുതുന്നത്? ഷാഹിന നന്നായിട്ട് എഴുതുന്നുണ്ടല്ലോ, ഷാഹിനയ്ക്ക് വേറെ എന്തൊക്കെ നല്ല കഥകൾ പറയാം. ഇത് ജനറലി ആൾക്കാർ എഴുതരുത് എന്ന് പറയില്ല, പക്ഷെ ആൾക്കാർ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വയ്ക്കും. അത് ചില ഈ പറഞ്ഞപ്പോ നോട്ട്ബുക്ക് വന്നപ്പോ അതുപോലെ എനിക്ക് തോന്നുന്നു ഗാന്ധർവം എന്നുള്ള കഥയൊക്കെ വന്നപ്പോ കുറെ എണ്ണം നമ്മൾ അതെനിക്ക് അറിഞ്ഞൂടെ ഇപ്പോഴും എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ എഴുതുമ്പോൾ സ്ത്രീയുടെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര, ഇപ്പൊ കേൾക്കുമ്പോൾ ബോറായിട്ട് തോന്നും. പഴയ കാലത്ത് ഓക്കെ, അപ്പൊ എല്ലാം മാറിയില്ലേ, കാലം മാറി, നമ്മൾ പുതിയ ഇതെന്ന് പറയുമ്പോഴും പക്ഷെ ഇപ്പോഴും ഉണ്ട്. അത് നമ്മുടെ എക്സ്പീരിയൻസ് ആണോ എന്നുള്ള രീതിയിൽ അത് നമ്മൾ അടുത്ത സുഹൃത്തുക്കൾക്ക് തമാശയിലൂടെയൊക്കെ പറയാവുന്ന ചിലത് കേട്ടിട്ടുണ്ടാവും. ആദ്യമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇത്തിരി പ്രശ്നമാണ്. പിന്നെ എഴുത്തില് സത്യസന്ധത കാണിക്കണം. നമ്മളോട് സത്യസന്ധത കാണിക്കല്ലേ എഴുതണ്ട. നമ്മൾ അങ്ങനത്തെ എല്ലാവർക്കും ബോധിക്കുന്ന തരത്തിലുള്ള കഥകൾ എഴുതാനാണെങ്കിൽ അത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഒരു സാധനം എഴുതണം എന്ന് ശരിക്കും തോന്നുമ്പോഴാണ് അപ്പൊ ആ ഈ കഥ ഡിമാൻഡ് പറയൂ, സോറി. കഥ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ അതിലുണ്ടെങ്കിൽ, അതിപ്പോ സെക്ഷുവൽ കൊണോട്ടേഷൻ ഉള്ള സാധനമാണെങ്കിൽ അത് എഴുതാം. അല്ലാതെ ഈ പറയുന്ന അത് എഴുതാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ എഴുതിയാൽ ശ്രദ്ധിക്കപ്പെടും എന്ന് വിചാരിച്ചിട്ടല്ല, കഥ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എഴുതാം. അതെ, ഗാന്ധർവത്തിൽ പറഞ്ഞപ്പോ ആ ഒരു ചോപ്പ് ഇത് കണ്ടു എന്നൊക്കെ പറയുമ്പോ അവിടെയൊക്കെ കളിയാക്കലുകളുണ്ട്, അത് എന്റെയാണോ എന്നുള്ള രീതിയിലുള്ള സാധനം. ഇപ്പോഴും ഈ പറയുന്ന വിർജിനിറ്റി എന്നൊക്കെ പറയുന്നത് ആൾക്കാർക്ക് ഇപ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ് സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇത് എഴുതുമ്പോ പ്രത്യേകിച്ച് എഴുതുന്ന ഒരാള്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു എന്റെ മൊത്തത്തിൽ രൂപമൊക്കെ കാണുന്നതുകൊണ്ടൊക്കെ ആൾക്കാർ ചിന്തിക്കുന്ന ചില സാധനങ്ങളുണ്ട്. ഇത് എന്റെ അനുഭവമാണോ എന്നുള്ള രീതിയിലുള്ള ചില കമന്റ്സ് ഒക്കെ കേട്ടിട്ടുണ്ട്. അത് ഇപ്പൊ നമ്മൾ തിരിച്ച് ആ പെണ്ണെഴുത്ത് എന്നുള്ളൊരു വാക്കിലേക്ക് പോവുകയാണെങ്കിൽ, അപ്പൊ ആൾക്കാർക്ക് പെണ്ണെഴുത്ത് എന്നുള്ളൊരു ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു ഒരു ടൈപ്പ് ഓഫ് റൈറ്റിങ്ങോ അംഗീകരിക്കാം. പക്ഷെ വി വിൽ പുട്ട് സം ലിമിറ്റ്സ് ടു ഇറ്റ് എന്ന് പറയുന്ന ഒരു ഇതായിരിക്കാൻ മതി. കാരണം ആയിക്കോട്ടെ, ഷാഹിനയുടെ എഴുത്ത് പെണ്ണെഴുത്തായിട്ട് കണക്കാക്കാം, പക്ഷെ എന്നാലും പക്ഷെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ബിയോണ്ട് അതെങ്ങനെ ബൗണ്ട്സ്. എഴുതണം എഴുതണം എന്നുള്ള ഒരു ഇത് ഉണ്ടാവണം. എനിക്ക് അറിഞ്ഞൂടാ അത് ഇപ്പോഴും നമ്മൾ എന്തിനാ അങ്ങനെ. ഒന്നിപ്പോ നമുക്ക് അത്രയും എക്സ്പോഷർ ഉണ്ട് ഏത് ലിറ്ററേച്ചർ വായിക്കാനും പുസ്തകങ്ങൾ കിട്ടാനൊക്കെ. പണ്ടത്തെ പോലെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ആമസോണും ഇതൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഏത് സാധനവും കിട്ടുന്നുണ്ട്. നമ്മൾ പല കാര്യങ്ങൾ വായിക്കുന്നുണ്ട്, അത്രയും സിനിമകൾ കാണുന്നുണ്ട്. എന്നിട്ടും ചില കാര്യം വരുമ്പോ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പം പായൽ കപ്പാടിയുടെ ഒരു പടം വന്നപ്പോ മലയാളിക്ക് അത്ര
സെക്ഷൽ ദാരിദ്ര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഒരു കാലത്ത്. ഇറ്റ്സ് ഈസിലി അവൈലബിൾ എല്ലാ കണ്ടന്റും. ഇത് ഒരു ഫ്യൂ സെക്കൻഡ്സ് അല്ലെങ്കിൽ ആ ഒരു ഇതുള്ളതിന് വേണ്ടിയിട്ട് ആളുകൾ ഇത്, അപ്പൊ അതൊരു യാഥാർത്ഥ്യമാണ്. ഒരു മല്ലു റിയാലിറ്റി അത് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ റിയാലിറ്റി ആണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ഇതേ ആളുകൾ ഫെസ്റ്റിവലിനോ അല്ലാതെയൊക്കെ പോയിട്ട് ഒരുപാട് സിനിമകൾ കാണുന്നുണ്ട്, ഇതിലും ന്യൂഡിറ്റി ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മുടെ ഒരു സിനിമ, അതായത് മലയാളി എഴുതുമ്പോൾ, നമ്മുടെ പെണ്ണുങ്ങൾ എഴുതുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പെണ്ണുങ്ങൾ അഭിനയിക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ വേണ്ട എന്നുള്ള ഒരു സദാചാര ബോധം നമ്മൾ വല്ലാണ്ട് കാണിക്കുന്നുണ്ട്. മറ്റത് പുറമേയുള്ളവർ എഴുതും. അതുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിപ്പോ ഏത് സൊസൈറ്റിയിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. പല സൊസൈറ്റീസ് പല സ്റ്റേജസ് ഓഫ് ചേഞ്ചിലാണ് കിടക്കുന്നത്. എന്നാലും ഫീമെയിൽ ബോൾഡ്നെസ് ആൻഡ് മെയിൽ വൾണറബിലിറ്റി ഇത് രണ്ടും ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പുരുഷന്റെ വൾണറബിലിറ്റി, വീക്ക്നെസ്, അവൻ കരയുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക്. അത് എനിക്ക് തോന്നുന്നു നാട്ടിൽ കുറച്ച് കൂടുതൽ ഉണ്ടായിരിക്കാൻ മതി. ചിലപ്പം ഇന്ത്യൻ ഇതിൽ എനിക്ക് അറിഞ്ഞൂടാ, മറ്റ് സ്ഥലങ്ങളിൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അമേരിക്കയിലൊക്കെ തന്നെ സ്ട്രോങ് മെൻ ആണ്. ഇപ്പം രാഷ്ട്രീയത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് സ്ട്രോങ് മെൻ ആണ്. വുമൺ ആണെങ്കിലും സ്ട്രോങ് മെൻ പോലെയുള്ള വുമൺ എന്ന് പറഞ്ഞിട്ടാണ് വരുന്ന സംഭവം, റൈറ്റ്? ഒരു സ്ത്രീയാണ് എന്നതേ ഉള്ളൂ, പക്ഷെ എല്ലാ പുരുഷനെ മാതിരിയാണ് എന്ന് പറയും. അപ്പൊ എന്തോ അവര് ആ ഒരു കമ്പാർട്ട്മെന്റലൈസേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാവുന്ന ഒരു പ്രശ്നം ഉണ്ടായിരിക്കാൻ മതി നമ്മൾ എന്തെങ്കിലും വായിക്കുമ്പോൾ. അത് ഉള്ളിൽ സബ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമാണിത്. അതായത് ഇപ്പം ഞാനൊക്കെ ഇത്ര കാലം അതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോഴും എൻ്റെ ഉള്ളിലേക്ക് ചികഞ്ഞ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിടക്കുന്ന ആ കമ്പാർട്ട്മെന്റലൈസേഷൻ ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പം അതൊരു റിലേറ്റബിലിറ്റിന്റെ സംഭവം തോന്നുന്നു. ഇപ്പൊ പാട്ട് കേൾക്കുന്ന സമയത്ത്, ഞാനിങ്ങനെ രാത്രി ഇങ്ങനെ പാട്ട് കേൾക്കുന്ന സമയത്ത് ലതാ മങ്കേഷ്കറിന്റെ പാട്ട് കേൾക്കണോ, കിഷോർ കുമാറിന്റെ കേൾക്കണോ, റഫീന്റെ കേൾക്കണോ കഴിഞ്ഞാൽ അധികം റഫീന്റെയും കിഷോർ കുമാറിന്റെ കേൾക്കും. കാരണം എനിക്ക് കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ പാടുന്നതായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ ആണ് എനിക്കൊരു ഇതാവുക എന്നുള്ളത്. മേ ബി ദാറ്റ് ഇസ് എ റീസൺ. അല്ലാണ്ട് ലതയുടെ പാട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട്, ആശയുടെ പാട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല. അപ്പം ദർ ഇസ് ഓൾവേസ് ഗോയിങ് ടു ബി സം എലമെന്റ് ഓഫ് ഒരു ഇതുണ്ടായിരിക്കാൻ മതി. പക്ഷെ അതിനെ ഒരു സമൂഹത്തിന്റെ രീതിയിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് അത് പ്രോബ്ലി പുസ്തകങ്ങൾ വായിക്കുക, ആ ചർച്ചകൾ ഉണ്ടാവുക, ഇപ്പൊ മുടി മുറിക്കുക, ഇപ്പൊ ഷൈനന്റെ അതൊക്കെ ഒരു ചേഞ്ച്. ഇവിടെ ഒന്നും അതൊരു പ്രശ്നമേ അല്ല. പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന്റെ വൈഫ്, അവർ രണ്ടുപേരും കൂടി നാട്ടിലേക്ക് വന്നു. എന്നിട്ട് ഞങ്ങൾ ഉള്ളിയേരിക്കായിട്ട് പോവുകയാണ്. അപ്പൊ വേറൊരു സുഹൃത്തിൻ്റെ അടുത്ത്, അപ്പൊ ഇപ്പം പറഞ്ഞു ഒരു രണ്ട് കാലും ഒക്കെ ഒരു സൈഡിലേക്ക് ഇട്ടിട്ട് അയക്കില്ലേ ബൈക്കിൽ ഇരിക്കുകയെന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അതെന്താടാ അങ്ങനെ ചോദിച്ചേ? നമ്മളൊരു ചെറിയൊരു സ്ഥലമൊക്കെ അല്ലേ, അതിലൂടെ അപ്പുറത്തും കാലിട്ട് വരാം. ഞാൻ പറഞ്ഞു ഇനിയിപ്പോ സൽവാർ കമ്മീസ് അല്ലേ കൊള്ളുക. സൽവാർ കമ്മീസ്, അപ്പൊ ജീൻസ് ഒക്കെയാണ് ഇപ്പൊ ചെറിയൊരു അവിടെ ചെക്കന്മാര് ചിലപ്പോ വൈത്താൽ ഓടിക്കാളെന്ന് പറഞ്ഞു. അപ്പൊ ഇതുള്ളൊരു നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അവിടെ ആൾക്കാർ ബോധന ചെയ്തിട്ടില്ല ഈ ഒരു സംഭവം. പക്ഷെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എൻവയൺമെന്റ് ഉണ്ട്, ദാറ്റ് ക്രിയേറ്റ്സ് എ ലോട്ട് ഓഫ് ഇഷ്യൂ. തോന്നിയിട്ടില്ലേ? അതുണ്ട്. അത് ഞാനിപ്പോ ഈ സിനിമയുടെ ഇത് പറഞ്ഞിട്ട് വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒരുപാട് തർക്കങ്ങൾ വസ്ത്രത്തിന്റെ പേരിൽ നടക്കുന്നുണ്ട്. അവൾ അതിട്ടു അല്ലെങ്കിൽ എന്നുള്ളൊരു, പക്ഷെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അത് ഭയങ്കരമായിട്ട് ബ്രേക്ക് ചെയ്ത് വരും. കാരണം കോഴിക്കോടൊക്കെ നമ്മൾ എറണാകുളത്ത് എക്സ്പെക്ട് ചെയ്യും, അവിടെ ആദ്യം ഒരു മെട്രോ കൾച്ചർ എന്നൊക്കെ പറയുന്ന മാതിരി കോഴിക്കോട് കുറച്ചുകൂടെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ഇപ്പൊ യങ്സ്റ്റേഴ്സ് അവരുടെ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തില് ഇറങ്ങി നടക്കുന്നത്. കോഴിക്കോട് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏറ്റവും ലൈവ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. ബീച്ചിലൊക്കെ രാത്രി 1 മണി 2 മണിയൊക്കെ ആളുകളുണ്ട്. അത് വലിയ കൂട്ടം പെൺകുട്ടികൾ വരുന്ന എനിക്ക് വളരെ സന്തോഷവും കൗതുകം എന്ന് പറയാനില്ല. കാരണം ആ കൗതുകത്തിന്റെ അത് പോയി. അതായത് പണ്ട് നമ്മളെപ്പോഴും ആൺകൂട്ടങ്ങളെ കാണാം, ആൺകുട്ടികളുടെ കൂട്ടങ്ങൾ. ഇപ്പൊ അവരെക്കാളിലും നമ്മൾ കാണുന്നത് പെൺകുട്ടികൾ. ലേറ്റ് ആയിട്ടുള്ള സമയം അവർ വരുന്നു, അവിടെ പാട്ടോ എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങി കഴിച്ച് അങ്ങനെ നടക്കുന്ന വസ്ത്രത്തിന്റെ കാര്യത്തിൽ. ഇപ്പം പണ്ടിപ്പോ നമുക്ക് ഷോൾ ഇല്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റൂല എന്നൊക്കെ ഉള്ള സാധനത്തിലൊക്കെ മാറ്റി അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വസ്ത്രത്തിലേക്കൊക്കെ മാറുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു മേ ബി നെക്സ്റ്റ് ജനറേഷൻ വരുമ്പോഴേക്ക് ഇത് മാറും. അതിൽ എനിക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് ഒരു സ്കൂളിംഗ് സിസ്റ്റത്തിന്റെയാണ്. ഇപ്പൊ ഭയങ്കരമായിട്ട് ജാതിയും മതവും തിരിച്ചിട്ടുള്ള സ്കൂളുകളാണ്. നമ്മളിപ്പോ ഈ പ്രോഗ്രാംസ് ടോക്കിനൊക്കെ പോകുമ്പോൾ, ഇങ്ങനത്തെ സ്കൂളിൽ പോകുമ്പോൾ എനിക്കത് ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നുന്നുണ്ട്. മേ ബി നമ്മൾ ഒരു അല്ലാത്ത ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമിൽ ത്രൂ ഔട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ അങ്ങനെ കഴിഞ്ഞുകൊണ്ട് ഇപ്പൊ ഒരു വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ മാത്രം, അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥന അത് മാത്രമാകുന്നു. ഇങ്ങനെയുള്ള കുട്ടികൾ ഇറങ്ങി വരുമ്പോ
എന്താവും എന്നുള്ള ഒരു പേടിയുണ്ട്. ഇപ്പോഴത്തെ ഈ പറയുന്ന അല്ലാത്ത ജനറേഷനെ കാണുമ്പോൾ വലിയ പ്രതീക്ഷയുണ്ട്. കാര്യങ്ങൾ മാറുന്നുണ്ട്, ഇവർ ഇതിൽ നിന്നൊക്കെ ഒരു ഒരു എന്താ ബ്രേക്കിംഗ് ഫ്രീ എന്നുള്ള സാധനമുണ്ട്. പെൺകുട്ടികളാണെങ്കിലും ഇപ്പൊ ഇത്ര വയസ്സിൽ വേഗം കല്യാണം കഴിച്ചു പോകണം, അതൊക്കെ മാറും. കുട്ടികൾ ഈ പറഞ്ഞ പണ്ട് നമുക്കറിയാലോ ഒരു ഏജ് ബാർ ഒക്കെ ഉണ്ട്, അത് എത്തുമ്പോഴേക്കും അയ്യോ ഇനി അതൊക്കെ കഴിഞ്ഞ് അവർ വളരെ ജോലി വേണം, ഇൻഡിപെൻഡന്റ് ആണ്, ലൈഫ് ആസ്വദിക്കണം, യാത്ര പോകണം എന്നുള്ളതിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ സ്കൂളിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളെ കുറിച്ച് എനിക്ക് ശരിക്കും അതൊരു പേടിയുണ്ട്. നമ്മൾ ചെറുപ്പത്തിലെ ആ രീതിയിൽ ട്രെയിൻ ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മുടെ സൊസൈറ്റി ഭയങ്കര പോളറൈസ്ഡ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ പറയുന്ന ഒരു ഒരു ഇപ്പോഴത്തെ ഗവൺമെന്റും അവരുടെ നയങ്ങളൊക്കെ അനുസരിച്ച് ശരിക്കും സൊസൈറ്റിയിൽ നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ അതുവരെ ജീവിച്ച ഒരു ഇതിൽ നിന്ന് നല്ല മാറ്റം പലപ്പോഴായിട്ട്, ചിലപ്പോൾ സട്ടിൽ ആയിരിക്കും, ചിലപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ചില റിമാർക്സ് ആൾക്കാർ പറയുന്നത് എന്നൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഒരു ഈ പറയുന്ന സ്കൂൾസ് ഇവരെ ട്രെയിൻ ചെയ്ത് ഇവർ പുറത്തിറങ്ങുമ്പോൾ വീണ്ടും ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളിലേക്ക് പോവോ എന്നുള്ള ഒരു ഒരു എനിക്ക് അറിയില്ല അത് കൃത്യമായിട്ട് എങ്ങനെയാണ് ഇതെന്നൊരു മാറ്റം വരിക എന്നുള്ളത്. പക്ഷെ പക്ഷെ അത് ഇവിടെയും ഇപ്പൊ അമേരിക്കയിൽ നോക്കുകയാണെങ്കിലും അവര് ഇപ്പം അങ്ങനെ ആവുന്നുണ്ടോ ആവുന്നില്ല എന്നുള്ളതല്ല, പക്ഷെ ആ കൺസർവേറ്റീവ് സംഭവത്തിനെ കുറിച്ച് പറയുകയും അതൊരു പൊളിറ്റിക്കൽ ടൂൾ ആക്കിയിട്ട് കണക്കാക്കുകയും ചെയ്യുന്ന ഒരു സംഭവമുണ്ട്, റൈറ്റ്? ഇപ്പൊ നമ്മളിപ്പോ ഇവിടുത്തെ അബോർഷന്റെ കേസുകളുടെയും ഓവർത്രോയും ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ്. കാരണം എത്രയോ കാലത്തെ ഒരു ഉണ്ടാക്കിയെടുത്ത ഒരു പ്രോഗ്രസും കാര്യങ്ങളെയും ഒക്കെ മാറ്റിക്കൊണ്ടുപോകുന്ന ഒരു സംഭവം. അത് പറ്റുമെന്നുള്ളത് നമ്മൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ പിന്നോട്ട് പോവില്ല, അതങ്ങ് മുന്നോട്ട് പോകുന്നുള്ളത് ധാരണയായിരുന്നു. അത് വി ടുക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. പക്ഷേ അതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം അതെനിക്ക് തോന്നുന്നത്, വെൻ ഐ ലുക്ക് അറ്റ് ഇറ്റ്, എനിക്ക് തോന്നുന്നത് ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ചില വിഭാഗങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. കാരണം നമ്മൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളെ മാത്രമേ നമ്മൾ അംഗീകരിക്കൂ, അല്ലെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പ്രോഗ്രസ് വരുന്ന സമയത്ത് അൺനോൺസിലേക്കുള്ള പോക്കാണ്. ഇപ്പം ഇപ്പൊ കുട്ടികള് മുടി നീട്ടുന്നതിന്, താടി വളർത്തുന്നതിന്, ഇന്നിപ്പോ എല്ലാവർക്കും താടി വളർത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ എനിക്കൊക്കെ നമ്മളുടെ നോംസിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ സംഭവവും, അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. കാരണം നമ്മളുടെ ഒരു കംഫേർട്ട് സോണിലേക്ക്, ഉള്ളിലോ പുറത്തോ നമ്മളുടെ കംഫേർട്ട് സോണിൽ നിന്ന് മാറേണ്ട ഒരു ആവശ്യമുണ്ട്. അത് പക്ഷേ എങ്ങനെയാണ് ആൾക്കാരോട് പറയുക കംഫേർട്ട് സോണിൽ നിന്ന് മാറുക എന്നുള്ളത്? പക്ഷെ കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഒരു കുട്ടി ഉണ്ടാവും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ റോള് സുരക്ഷയാണ്. അപ്പം ഈ സുരക്ഷയോടെ വെക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വലുതാവുമ്പോഴും ദാറ്റ് ഇസ് വൈ എവ്രി വൺ ഇസ് നോട്ട് അഡ്വഞ്ചറസ്, റൈറ്റ്? അപ്പൊ എല്ലാവരും അഡ്വഞ്ചറസ് ആവുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരാജകത്വമാവുമെന്ന് വിചാരിക്കുന്ന കൺസർവേറ്റീവ് വിഭാഗങ്ങളുണ്ട്. കാരണം അയ്യോ നമുക്ക് ഈ കൺട്രോൾ ഫ്രീക്സ് ആണല്ലോ, നമുക്ക് കൺട്രോൾ അല്ലാത്തൊരു സംഭവത്തിനെ നമുക്ക് അവിടെ ഇതാക്കാൻ പറ്റും. നമ്മൾ ചിന്ത തന്നെ, ലൈക്ക് നമുക്ക് മനസ്സിലാവാത്തൊരു സാധനത്തിനെ കണ്ണടച്ച് വിശ്വസിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ നമുക്ക് അറിയുന്ന ഒരു സംഭവത്തിനെ ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യാണ്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അതിന് എനിക്കൊന്ന് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് അതൊരു വലിയൊരു പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അറ്റ്ലീസ്റ്റ് നാട്ടില്, അല്ലെ? ഇവിടെ ഞാൻ കാണാത്തൊരു സാധനമാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. ശരിക്കും ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം കൂടിയുണ്ട്. കാരണം അത് ജനപങ്കാളിത്തം എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് ഇറങ്ങുന്നുണ്ടാവും, പക്ഷേ അവരവിടെ ഉണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പൊ റീസെന്റ് മനോരമയുടെ ഹോർത്തൂസ് ഫെസ്റ്റിവൽ കഴിഞ്ഞപ്പം എനിക്കൊരു പുസ്തകം വാങ്ങിക്കണം, അവരവിടെ ബുക്ക് സ്റ്റോളും അകത്ത് കടക്കാൻ വയ്യ, ആളുകൾ പുറത്ത് ക്യൂ നിൽക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബുക്ക് സ്റ്റോളിന്റെ പുറത്ത് ആളുകൾ ക്യൂ നിൽക്കുന്നതാണ്. അപ്പം ബിനാലെയൊക്കെ പോലെ നമ്മൾ കാഴ്ചകൾ കാണാനല്ലല്ലോ, പുസ്തകം വാങ്ങിക്കണം എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ആളുകൾ ക്ഷമയോടെ ക്യൂ നിൽക്കുക. ഇവര് എനിക്കൊന്ന് ക്രൗഡ് അത്രയും മാനേജ് ചെയ്യാൻ പറ്റാതായപ്പോ അവര് ഷട്ടർ ഇടുന്നുണ്ട്, ആളുകൾ പുറത്ത് വെയിറ്റ് ചെയ്യാം, ക്യൂ ശരിക്കും നിൽക്കുന്നു. അത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് തോന്നി. പിന്നെ ഈ പറയുന്ന സെഷൻസിലൊക്കെ നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അത് എല്ലാ ഏജിലുള്ള ആളുകൾ, പിന്നെ ഓഡിയൻസുമായിട്ട് ഇന്ററാക്ഷൻ, ഒരു Q&A ഇത് ഉണ്ടാവുമ്പം നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പം അത് വളരെ ആ ഒരു കൾച്ചർ ശരിക്കും നല്ല പോസിറ്റീവായിട്ട് തന്നെ വരുന്നുണ്ട്. ഇത്രയും റൈറ്റേഴ്സും മാത്രമല്ല എല്ലാം വരുന്നുണ്ടല്ലോ അതിനകത്ത്.
അത്ര എക്സ്പോഷർ വരുന്നു ആൾക്കാർ. എനിക്ക് തോന്നുന്നു അത് എല്ലാവരും കൂടിച്ചേർന്ന്, പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡ് കോഴിക്കോട് പ്രത്യേകിച്ചും ഒരു ലൈഫ്, ഒരു ആഘോഷം എന്നുള്ള ഒരു സാധനം വന്നിട്ടുണ്ട്. നമ്മൾ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം മാക്സിമം, നാളെ ഇല്ല എന്നുള്ള പോലെ ആളുകളുടെ ഒരു ഇത് വന്നിട്ടുണ്ട്. അതിന് പോസിറ്റീവായിട്ടും തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു ക്രൗഡുമായിട്ട് അതിൽ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വൈബും എനർജിയും ഉണ്ടല്ലോ, അതൊരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന തന്നെയാണ് കരുതുന്നത്. അത് ഇവിടെയൊക്കെ ഇവിടെ ഒന്നും ഇല്ലാതെ പോകുന്ന ഒരു സാധനമാണ്. ഇപ്പൊ ഞങ്ങളിപ്പോ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഞങ്ങൾക്ക് അല ആർട്ട് ലവേഴ്സ് ഓഫ് അമേരിക്കൻ്റെ ഒപ്പം ചുള്ളിക്കാടും സുനിൽ മാഷും ഒക്കെ വന്നിട്ട് ഇവിടെ ഒരു 250-300 ആൾക്കാർ. പിന്നെ അത്രയും ഇവിടെയൊക്കെ അങ്ങനെയുള്ളൂ പരിപാടികൾ. ഇപ്പൊ ആര് വരുന്നു എന്നുള്ളതല്ല ശരിക്കും. എനിക്ക് തോന്നുന്നു ചില സമയത്ത് ഇപ്പൊ സിനിമാ തിയേറ്ററിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് തിരക്കായിട്ട്. എനിക്ക് തോന്നുന്നു ഇന്നലെ ഞാൻ ഏതൊരു സിനിമയ്ക്ക് പോയപ്പോഴാണ് മോഹാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനിമേഷൻ സിനിമ കാണാൻ വേണ്ടി പോയപ്പോഴാണ് കുട്ടികളെയും കൊണ്ട് എല്ലാവരും വന്നത്. ഇപ്പൊ ഇമാജിൻ ലൈറ്റ് അത് കാണാൻ വേണ്ടി പോയപ്പോൾ, നിമ്പിൾ കപ്പാരന്റ് കാണാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങളൊരു അതിൽ മലയാളികൾ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് രസകരമായിട്ടുള്ള സാധനം. ഒക്കെ നോൺ മലയാളീസ് ആയിരുന്നു ആ സിനിമ കാണാൻ വന്നത്. മലയാളികളായിട്ടുള്ള ആൾക്കാർ ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ അറിഞ്ഞു വരുന്നേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ അത് റിലീസായി എന്നുള്ളത്. പക്ഷെ കേരളത്തില് ഇപ്പം ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആമിനാറ്റ ഫോറിന വന്നിട്ട് പറഞ്ഞു വെസ്റ്റ് നിന്ന് മാറിക്കഴിഞ്ഞു ഈ ലിറ്ററേച്ചറിനെ കുറിച്ചുള്ള ചർച്ചയും ലിറ്ററേച്ചറിന്റെ സാധനമൊക്കെ. ഇറ്റ് ഇസ് മൂവ് ടു ഏഷ്യ, ഇറ്റ്സ് മൂവ് ടു ഇന്ത്യ, ഇറ്റ്സ് മൂവ് ടു പാകിസ്ഥാൻ, ഇറ്റ്സ് മൂവ് ടു മിഡിൽ ഈസ്റ്റ്, ഇറ്റ്സ് മൂവ് ടു ആഫ്രിക്ക. അപ്പൊ ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ആൾക്കാർ കൂട്ടമായിട്ട് ഇതിൽ ഒരു മാറ്റം വരുന്നുണ്ട് എന്ന് പറഞ്ഞു വരുന്നത്. കാരണം ഇവിടെ ആക്ച്വലി ഇവിടെ ലിപ്ക്വേക്ക് എന്ന് പറഞ്ഞിട്ട് സാൻ ഫ്രാൻസിസ്കോയില് ഉണ്ടാവാറുണ്ട് എല്ലാ വർഷവും. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ പല പല സ്കാറ്റേർഡ് ആയിട്ട് ഓപ്പൺ മൈക്സും എഴുത്തും ഇവിടുത്തെ പോയറ്റ് ലോറേറ്റ്സ് ഒക്കെ വെച്ചിട്ട്. പക്ഷേ ഞാൻ KLF മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. KLF 2020. അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. അത് കോഴിക്കോട് ബീച്ചിലാവുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു എക്സ്ട്രാ ഇതും കൂടാതെ ടി വിയിലൊക്കെ കാണുമ്പോൾ ആ ഒരു ജനസമുദ്രം എന്നൊക്കെ പറയുമ്പോൾ, ഇതൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രസംഗങ്ങളുടെ വേദികളിലാണ്. ഇപ്പൊ കോഴിക്കോടാണെങ്കിലും അല്ലെങ്കിൽ യേശുദാസിന്റെ ഓപ്പൺ എയർ ഗാനമേള അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് നമ്മളിത് കാണുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇറ്റ് ഇസ് അവൈലബിൾ, റൈറ്റ്? യൂട്യൂബിൽ അവൈലബിൾ ആണ് എന്നുള്ളൊരു സംഭവം ഉണ്ട്. ഐ തിങ്ക് അത് തുടങ്ങിയത് എത്ര ആൾക്കാരാണ് അത് റിപ്പീറ്റ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് പോകുന്നത്, ചെറുതും വലുതുമായിട്ടുള്ളതിൽ അല്ലേ? മലബാറിൽ ടൂ മെനി ഫെസ്റ്റിവൽസ് എല്ലായിടത്തും. പക്ഷെ അതിന് നല്ല പാർട്ടിസിപ്പേഷനും ഉണ്ട്. ഇപ്പം ക്രൗഡ് ഇപ്പൊ KLF പോലെ അത്രത്തെ ഹ്യൂജ് അല്ലെങ്കിൽ കൂടിയും ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. നമ്മൾ പോകുമ്പോഴുള്ള ഒരു സന്തോഷം, നമ്മൾ പറയുന്നതോ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ കേൾക്കാൻ ആളുകൾ ഇരിക്കുന്നു എന്നുള്ളത്. ഇപ്പം KLF വന്ന് പറഞ്ഞില്ല, ഇപ്പൊ വല്ലാത്ത പഹ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ചെയ്യുമ്പോൾ അതിന് നല്ല റീച്ച് ഉണ്ട്. എനിക്കൊന്ന് അന്ന് ആ സെഷന് നല്ല ആൾക്കാരുണ്ട് കേൾക്കാൻ വന്നിട്ടുണ്ട്. അപ്പം എന്താ വെച്ചാൽ ആൾക്കാര് എല്ലാം കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നി ഇപ്പൊ പ്രത്യേകിച്ച് നമ്മള് ഇപ്പൊ വിനോദമൊക്കെ ചെയ്യുന്ന പോലെ ഒരു സാധനം, ഇപ്പൊ നമ്മൾ എന്ത് സാധനത്തെയും വിമർശിക്കാനെ പൊതുവെ നമ്മളെ സുഹൃത്തുക്കളടക്കം പറയാം, എന്തിനാ വെറുതെ അത് പറയണ്ട, ഇന്ന് സാധനങ്ങൾ പറയണ്ട, ജാതി മതം പറയണ്ട, രാഷ്ട്രീയം പറയണ്ട, അല്ലാത്ത പറഞ്ഞോളൂ എന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ ഇത് ചെയ്യും. യു ആർ ഡൂയിങ് ദാറ്റ്. ഒരു ഓപ്പൺ ക്രിറ്റിസിസം അല്ലെങ്കിൽ ഷാർപ്പായിട്ട് സാധനങ്ങൾ പറയുന്നു, അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെഷൻ വരുമ്പോൾ നമ്മൾ ഇതിന്റെ ഒരു ഭയങ്കര വെറൈറ്റി ഉണ്ട്. ഇതിനൊക്കെ ആൾക്കാർ കേൾക്കാനുണ്ട്. അത് അവർ കൃത്യമായിട്ട് ഇത് കാണുകയും ഫോളോ ചെയ്യുന്നതുകൊണ്ടാണല്ലോ ആ സെഷൻ കേൾക്കാൻ വരുന്നത്. കാരണം അവർക്ക് കാണണം, നേരിൽ കേൾക്കണം, അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കണം. അങ്ങനെ ഒരു വെന്യൂ ശരിക്കും ഈ ഫെസ്റ്റിവൽസ് നമുക്ക് തരുന്നുണ്ട്, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള. അതെ. പിന്നെ എനിക്ക് അവിടെ KLF വന്ന് ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ നടക്കുമ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ മാത്രം വായിച്ചിട്ടുള്ള എത്രയോ ആൾക്കാരെ ഞാൻ അവിടെ കണ്ടു. അത് ശരിക്കും കേട്ടോ, ഈ ഫെസ്റ്റിവലിന്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളിപ്പോ ആരെയാ കാണുന്നത്, ഈ റൈറ്റേഴ്സ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇതൊക്കെ ആണെങ്കിലും അടുത്ത 1-2 സുഹൃത്തുക്കൾ. പക്ഷെ അതുപോലെ നമ്മളിപ്പോ മിക്കവാറും ഫോണിലായിരിക്കും, നേരിൽ കാണുന്ന വളരെ കുറവ്. ഇതൊരു ഒരു ഗ്യാതറിംഗ് ആണ്, നമ്മൾ എല്ലാവരെയും കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ലോഞ്ചിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറെ പേരെ കാണുന്നുണ്ട്, ഇറങ്ങി നടക്കുമ്പോൾ കാണുന്നുണ്ട്. പിന്നെ അതിന്റെ പാർട്ടികൾ ഉണ്ടെങ്കിൽ അങ്ങനെ വർഷത്തിൽ ഒരിക്കലല്ല ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്, നമുക്ക് കാണാനും കാര്യങ്ങൾ സംസാരിക്കാനും. അത് ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. ഉണ്ട്. അപ്പം ഈ എന്താ പറയാ, ഇപ്പൊ എഴുത്ത്, ഷോർട്ട് സ്റ്റോറീസ് ഇപ്പൊ ധാരാളം മലയാളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓർമ്മക്കുറിപ്പുകൾ ധാരാളം
മലയാളത്തിലെ ആൾക്കാർ എഴുതുന്നുണ്ട്. ഒരു കാലത്തൊക്കെ ഇപ്പൊ പൊറ്റക്കാടിന്റെ സഞ്ചാര സാഹിത്യങ്ങൾ അതായിരുന്നു ഒരു സാധനം ഉണ്ടായിരുന്നു. ഇന്നിപ്പം ഏഹ്, ആ എഴുത്തൊക്കെ കുറെയൊക്കെ വീഡിയോയിലുള്ള സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഇന്നും എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് എഴുത്തിനോടൊരു ഒരു അത് മച്ച് മോർ ഈസിലി കൺസ്യൂമബിൾ ആണ്. കുറെ ആൾക്കാർക്ക് വായിക്കാൻ അറിയുന്ന ഒരാൾക്ക് ഈസിലി കൺസ്യൂമബിൾ, അതായത് ശബ്ദം വേണ്ട, ചുവട്ടിൽ ഇത് വെക്കണ്ട, ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണ്ട, നമുക്ക് വായിച്ചാൽ മതി എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. പക്ഷെ എഴുത്തുകൾക്ക് പലപ്പോഴും അതിന്റെ ഒരു മൊണറ്റൈസേഷൻ സംഭവം ഇല്ലാത്തത് കൊണ്ട് ഈ അൽഗോരിതംസ് ഇത് പുഷ് ചെയ്തോളണമെന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വിത്ത് സോഷ്യൽ മീഡിയ, വിത്ത് എവ്രി വൺ ഹാവിംഗ് ദ റീൽസ് കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ്, റീൽസ് തന്നെ അവരിപ്പോ ഒരു 3 മിനിറ്റിലേക്ക് ആക്കി. അവർ ആദ്യം 1 മിനിറ്റ് ആക്കിയിട്ട് അവർ പറഞ്ഞത് ശരിയാവണില്ലേ, 3 മിനിറ്റ് തന്നെ ആക്കണം എന്ന് പറഞ്ഞിട്ട് അവർ മാറ്റി. എങ്ങനെയാണ് വായന, പുസ്തക വായന എന്നുള്ള സംഭവത്തിൽ മാറ്റം, ചൈനയുടെ പുസ്തക വായനയിൽ മാറ്റം വന്നിട്ടുണ്ടോ ബിക്കോസ് ഓഫ് ഈ സംഭവങ്ങൾ? ഫോണ് ഡെഫിനറ്റ്ലി ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ഇത് നമ്മൾ കുറച്ചുകൂടെ ഒരു പാസീവ് ആക്ടിവിറ്റിയാണ്. നമ്മൾ ആ സോഫയിൽ എവിടെയെങ്കിലും അങ്ങ് ചടഞ്ഞിരുന്നിട്ട് ഇത് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നാൽ മതി. അപ്പൊ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടന്റ് ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാം അത്ര ശ്രദ്ധിക്കുന്നുമില്ല. വായിക്കുന്നുണ്ട്, ഇത് കാണുന്നുണ്ട്, അങ്ങനെ പോകുമ്പോ ആ ഒരു ശീലം വരുമ്പോ വായനയിലേക്ക് ഇരിക്കുക, അത് എനിക്കൊന്ന് അഫക്റ്റഡ് ആയ ഒരു ടൈം ഉണ്ട്. വായന കുറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ഇത് ഇരിക്കുമ്പം ഇത് ആക്റ്റീവ് ആയിട്ടുള്ള പരിപാടിയാണല്ലോ. നമ്മൾ ഇരുന്ന് വായിക്കുക തന്നെ വേണം. അപ്പോൾ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ആ കിണി നോച്ച കേൾക്കുമ്പോൾ ഒന്ന് എടുത്തു നോക്കാം. അത് എടുത്തു നോക്കിയാൽ പോയി. പിന്നെ നമ്മൾ അതിന്റെ അടുത്ത് നോക്കി നോക്കി ഈ സാധനം പോകും. അപ്പം അതെനിക്ക് ശരിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു, വായനയെ ബാധിച്ചിട്ടുണ്ട്. ശ്രദ്ധ നിൽക്കുന്നില്ല നമ്മളിത് വായിച്ചു വരുമ്പോൾ മറ്റേത്. പക്ഷെ ഇപ്പം ഈ പറഞ്ഞ പോലെ കുറച്ചായിട്ട് ഞാൻ അത് കോൺഷ്യസ്ലി നമ്മൾ ഒരു സമയമാകുമ്പോൾ ഫോൺ മാറ്റി വെച്ച് വായനയിലേക്ക് തിരിച്ചു വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും ആ ട്രാക്കിൽ കയറിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എല്ലാവരും തന്നെ ഫോണിന് നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ മറ്റ് കണ്ടന്റ്, അപ്പൊ എന്തായി അവരെന്ത് പറഞ്ഞു, നമ്മള് നേരിലുള്ള കമ്മ്യൂണിക്കേഷനെക്കാളും അധികം ഇപ്പം ഇങ്ങനെയാണല്ലോ. അത് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ പുസ്തകത്തിന് ക്യൂ നിൽക്കുന്ന ആളുകളും ഉണ്ട്. അതും ഒരു സന്തോഷമാണ്. പുസ്തകം ചെലവാകുന്നുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് ഈ പറഞ്ഞ പോലെ എന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. വായന നന്നായിട്ട് കുറഞ്ഞൊരു പീരീഡ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ തിരിച്ച് വായനയിലേക്ക് തന്നെ കയറിയിട്ടുണ്ടെന്നുള്ളൊരു സംഭവം. അറ്റൻഷൻ സ്പാൻ ഡെഫിനറ്റ്ലി അതൊരു ത്രൂ ഔട്ട് ദ വേൾഡ് അറ്റൻഷൻ സ്പാൻ കുറയുന്നുണ്ട് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു. നമ്മളുടെ അറ്റൻഷൻ സ്പാൻ കൂട്ടാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്ഥലത്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ള നേരത്തെ കംഫേർട്ട് സോണിന്റെ പറഞ്ഞ സാധനം തന്നെയാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ള. ഇപ്പൊ ചില പുസ്തകങ്ങൾ പതിവും ഞാൻ അബ്ബാസായിട്ട് സംസാരിക്കുകയായിരുന്നു ഒരു പ്രാവശ്യം. അപ്പൊ അബ്ബാസ് പറഞ്ഞു ഒരു 150 പേജിന്റെ മുകളിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആൾക്കാർക്കും ഒരു മടിയാണ്, അങ്ങ് പോവില്ല അവിടെ നിന്ന്. പക്ഷെ ഞാൻ റീസെന്റ് ഐ വാസ് റീഡിങ് സംവെയർ ദാറ്റ് 300 പേജസ് 400 പേജസ് 500 പേജസ് ഒക്കെയുള്ള പുസ്തകങ്ങൾ വായിക്കുക, സമയം എടുക്കാൻ മതി ചിലപ്പോൾ അത് വായിച്ച് തീർക്കാൻ വേണ്ടിയിട്ട്, പിന്നെയും പിന്നെയും വേണമെങ്കിൽ അതിലേക്ക് വരാം. കാരണം പക്ഷെ അങ്ങനത്തെ ഒരു പുസ്തകത്തിലേക്ക് ആ ഒരു മൊത്തം വലിയൊരു ക്യാൻവാസ് നമ്മളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് കുറെ സമയം നിന്ന് കഴിയുന്നത് വളരെ ആവശ്യമാണ് എന്നുള്ളത് നമ്മളുടെ അറ്റൻഷൻ സ്പാനിന്. ഐ തിങ്ക് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇന്നുള്ള അധികം പുസ്തകങ്ങൾ നോക്കുന്ന സമയത്ത് പ്രസാദ് വരെ നമുക്കൊരു 100-120 പേജിന്റെ ഉള്ളിൽ നമുക്ക് ഒതുക്കാം എന്നുള്ളതാണ്. അവർ നോക്കുമ്പോൾ ഇപ്പൊ ഞാൻ സുനിൽ മാഷുടെ മഹാഭാരതം 800 ചില്ലാനം പേജ്, അപ്പൊ രാമേന്ദ്ര ഗുഹയുടെ ബിഫോർ ഗാന്ധി, ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി, ഇതൊക്കെ വായിക്കും. ഇതൊക്കെ 700-800-900 പേജുകളാണിത്. ഇറ്റ് ടേക്സ് എ ലോങ് ടൈം, ഭയങ്കര എഫേർട്ട് ആണല്ലോ. അപ്പം അങ്ങനെ ഹാവ് യു മെയ്ഡ് എനി ഡിസിഷൻസ് ദാറ്റ് ലാർജർ ബുക്സ്, അല്ല വായനയിൽ ചെറിയ പുസ്തകങ്ങളും വലിയ പുസ്തകങ്ങൾ വരാണ്ട ബുക്ക് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയില്ല. അത് ഒന്ന് ഇപ്പൊ പുസ്തകങ്ങൾ ഇറങ്ങുമ്പോൾ നമ്മള് ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിൽ അത് പറയാൻ പാടുണ്ടോ എന്നറിയില്ല. പിന്നെ ഒരുപാട് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു തള്ളൽ എന്നൊക്കെ പറയുന്ന മാതിരി അങ്ങനെ കുറെ സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത് കണ്ട് വായിച്ച ചില പുസ്തകങ്ങൾ വായിച്ചിട്ട് വളരെ നിരാശ തോന്നിയിട്ടുണ്ട്. മേ ബി എൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കില്ല ആ സാധനം. അപ്പൊ ഇപ്പൊ ഞാൻ കൃത്യമായിട്ട് വായിക്കുന്ന നമ്മുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ആ കൈൻഡ് ഓഫ് റിവ്യൂ വരുമ്പോൾ ഇത് നല്ല പുസ്തകമാണ്, ഇത് വായിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന്റെ സൈസിനെ പറ്റിയോ ഒന്നും ചിന്തയില്ല. അല്ലെങ്കിൽ ചെറിയ പുസ്തകങ്ങൾ അങ്ങനെയല്ല. ഞാൻ എപ്പോഴും ഇന്ന ഓത്തർ അല്ലെങ്കിൽ ഇന്ന പുസ്തകം ഇത് വന്ന് ഇത് നല്ലതാണ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഐ ബൈ ദാറ്റ്. പിന്നെ
പണ്ടും ഇപ്പോഴും ഉള്ള ശീലം എന്ന് വെച്ചാൽ ഒരു പുസ്തകം തുടങ്ങിയാൽ അത് തീരുന്നവരെ എന്തായാലും വായിക്കുക എന്നുള്ളത്. എനിക്കൊന്നും വായിക്കും. വളരെ അപൂർവമാണ് വായിക്കും. ഇപ്പോൾ പക്ഷെ തീർക്കും. അയ്യോ, എനിക്കത് തീരെ ഒരു സിനിമയും പുസ്തകവും ഒന്നും, അതായത് തിയേറ്ററിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇറങ്ങി ഓടാൻ പറ്റാത്തത് കൊണ്ട് ഇരുന്ന് കാണും മുഴുവൻ. അല്ലെങ്കിൽ എനിക്ക് ഒരു സംഭവം തുടങ്ങിയ ഒന്നും, പ്രത്യേകിച്ച് പുസ്തകങ്ങൾ സാധനമൊക്കെ. അപൂർവമായിട്ടാണ് ചില പുസ്തകങ്ങൾ തുടങ്ങിയിട്ട് വഴിയിലിട്ടിട്ട്, കാരണം എനിക്ക് അത് അത്രയും പറ്റുന്നില്ല. അത് എന്റെ ഒരു കൈൻഡ് ഓഫ് ബുക്കേ അല്ല. അല്ലെങ്കിൽ ഞാൻ എന്തിനാ ഇത് കഷ്ടപ്പെട്ട് വായിക്കുന്നതെന്ന് തോന്നിയിട്ട് നിർത്തിയ ചില സാധനങ്ങളുണ്ട്. ബട്ട് അതർവൈസ് തീർക്കും. ചിലപ്പോൾ ഈ പറഞ്ഞ സമയം എടുക്കും, ഇടയ്ക്ക് ഗ്യാപ്പ് വന്നിട്ട് ചിലപ്പോൾ അതിന്റെ ഇടയ്ക്ക് വേറെ പുസ്തകം വായനയിലേക്കൊക്കെ പോവാം. പക്ഷെ തിരിച്ചു വന്ന് ഈ പുസ്തകം ഞാൻ തിരിച്ചു എന്തായാലും വരുന്നത്, അതെ അതെ, തിരിച്ചു വരിക എന്നുള്ള ഒരു സംഭവം. കാരണം ചില പുസ്തകങ്ങളൊക്കെ എനിക്ക് 8-9 തവണ തിരിച്ചു വന്നിട്ടൊക്കെയാണ് ഓവർ എ പീരീഡ് ഓഫ് 1.5 ഇയേഴ്സിലൊക്കെയാണ് ചിലപ്പോൾ തീർക്കുന്നത്. കാരണം അത് നീങ്ങില്ല. അതുണ്ട്, അത് ആ സാധനം ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ എപ്പോഴെങ്കിലും വന്നിട്ട്, കാരണം ആ മാർക്ക് ഇതത് വെച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പൊ ഇത് തീർത്തിട്ടില്ല എന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് മിക്കപ്പോഴും ഒരു പുസ്തകം തന്നെ വായിച്ചു തീർക്കും. പക്ഷെ ഇടയ്ക്ക് ഇതുപോലെ വല്ലാണ്ട് സ്റ്റക്കായി നമുക്ക് നീങ്ങുന്നില്ല എന്നുകൊണ്ട് വേറെ ഏതെങ്കിലും പുസ്തകം കയറി വരാം, അത് വായിച്ചിട്ട് ഇതിലേക്ക് തിരിച്ചു വരും. സിനിമ അത് തുടങ്ങിയാൽ എനിക്ക് നിർത്താൻ ഇഷ്ടമല്ല. പിന്നെ പൊതുവെ ഞാൻ രാത്രി ജീവി ആയതുകൊണ്ട് ആ സമയത്ത് നമുക്ക് വേറെ ഇന്റർഫിയറൻസ് ഇല്ല, വേറെ വിളികൾ, വേറെ ഡ്യൂട്ടീസ്, ഇതൊന്നും വരില്ല. ലൈക്ക് മൈ മീ ടൈം. അപ്പൊ അതുകൊണ്ട് സിനിമ കാണുന്നായാലും വായനയ്ക്ക് ആ സമയത്തായതുകൊണ്ട് വേറെ ഒരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷനും ഇല്ല. ഫോൺ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വേറെ ഡിസ്ട്രാക്ഷൻസ് ഇല്ല. അപ്പൊ മുഴുവൻ ഈ പറയുന്ന പോലെ സിനിമകളും ഈ അടുത്ത് ചില മലയാള സിനിമയൊക്കെ കണ്ടിട്ട് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അത്രയും സഹിക്കാൻ പറ്റാത്ത സിനിമകളായിട്ട് പോയി ടിക്കറ്റ് എടുത്തൊക്കെ കണ്ടാണെങ്കിൽ ഹാഫ് ടൈമിൽ ഇറങ്ങി വന്ന് 2-3 സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അത്രയും ബോറായി തോന്നിയിട്ട്. അപ്പൊ ഞാൻ വെച്ചാൽ എന്തിനാ നമ്മൾ നമ്മുടെ സമയം കളയുന്നത്, അത് ഈ ഒരു ടോർച്ചർ സഹിക്കുന്നുണ്ട്. അതർവൈസ് സിനിമയിലും പുസ്തകങ്ങളായാലും തുടങ്ങിയാൽ തീർക്കുക എന്നുള്ളതാണ്. കാരണം ഒരിക്കലും തിരിച്ചു കിട്ടാതിരിക്കുന്ന സമയമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. നമ്മളത് 2 മണിക്കൂറാണെങ്കിലും 3 മണിക്കൂറാണെങ്കിലും എന്നുള്ളൊരു ഫാക്ട്. പക്ഷെ വായനയെ കുറിച്ചും ഞാൻ റീസെന്റ് കേട്ടത്, അതൊരു നാച്ചുറൽ എവല്യൂഷന്റെ ഭാഗമായിട്ടില്ല. നമ്മളുടെ ഒരു 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 മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാണുക, കേൾക്കുക എന്നുള്ളത് പോലെയല്ല വായന എന്ന് പറയുന്നത്. കാരണം മനുഷ്യൻ ലിപികൾ ഉണ്ടാക്കിയിട്ട് അധികം ആയിട്ടില്ല നമ്മളുടെ ഒരു എവല്യൂഷന്റെ ഭാഗമായിട്ട്. അപ്പൊ എപ്പോഴും ഒരു കൂടുതൽ എഫേർട്ട് ഉള്ളൊരു എക്സസൈസ് ആണ് വായന. നമ്മൾ കൂടുതൽ എനർജി ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് വളരെ ഈസിയാണ് ധാരാളം വായിച്ചിരുന്ന ആൾക്കാർ വായനാശീലം കംപ്ലീറ്റ് പോവാൻ. അതേപോലെ വായനാശീലം ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പൊ ഞാനൊക്കെ ചെറുപ്പത്തിലൊക്കെ, ഇപ്പൊ എന്റെ വീട് കക്കാണ്ട് വീടിന്റെ തൊട്ട് പിന്നലിന്റെ വീടാണ്. അപ്പൊ ധാരാളം പുസ്തകങ്ങൾ അവിടെ ഉണ്ട്. അവിടെ നിന്നാണ് ഈ പുസ്തകം വായിച്ചു തുടങ്ങി. പക്ഷെ എന്നാലും വായിക്കില്ല, ഭയങ്കര പട്ടിയായിരുന്നു വായിക്കാൻ. അച്ഛൻ നന്നായിട്ട് വായിക്കും, അനിയത്തിയും വായിക്കും, ഞാൻ വായിക്കില്ല. ഞാൻ ഈ ടി വി ഒക്കെ കണ്ട് അതൊക്കെ കണ്ട് ഇങ്ങനെ ഇങ്ങനെ സിനിമ കാണുക എന്നുള്ള സംഭവങ്ങളാണ്. പക്ഷെ എനിക്കൊരു പ്രോബ്ലി ഒരു 25-26 ഇയേഴ്സ് ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് ഈ വായിക്കാൻ വേണ്ടിയിട്ടുള്ള തുടങ്ങി. പക്ഷെ ഇന്നും സ്പീഡില്ല, വലിയ ബുദ്ധിമുട്ടാണ്, വലിയൊരു എഫേർട്ടാണ്. ഇപ്പൊ ആൾക്കാർ ചോദിക്കും വായന ഇഷ്ടമല്ലേ? വായന ഇഷ്ടമുണ്ട്, വായിച്ചില്ലെങ്കിൽ പ്രശ്നമുണ്ട് എന്നുള്ളൊരു സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ വായിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോഴും, സ്പീഡ്. അപ്പം ഒരു ഒരു വായിക്കാൻ തുടങ്ങുന്നില്ല. എന്തിനു വായിക്കണം എന്നുള്ള ഒരാൾ ഷൈനയുടെ അടുത്ത് പോയി പറയാണ്, ഇപ്പൊ എന്തിനാണ് ഇപ്പൊ ഞങ്ങളൊക്കെ വായിക്കുന്നത്? ഇപ്പൊ അതൊക്കെ അത് നമുക്ക് ഓഡിയോ ആയിട്ട് കേൾക്കാൻ പറ്റൂല, അത് നമുക്ക് സിനിമയിൽ കാണാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അതിലൂടെയൊക്കെ നടന്നു പോയിട്ട് ഇവരൊക്കെ പറയുന്നത് കേട്ടാ പോരെ? എന്തിനാണ് ഈ വായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം? ഒരു ഇതെന്തിന് എഴുത്തുകാരി അല്ലാണ്ട്, എഴുത്തുകാരി അല്ലാത്ത രീതിയിൽ, വായനക്കാരി എന്നുള്ള രീതിയിൽ. എപ്പോഴും പറയാം, മറ്റേ കുഞ്ഞുണ്ണി മാഷിന്റെ ഒക്കെ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ സ്ഥിരം പറയുന്നത് വായിച്ചാൽ വളരും. പക്ഷേ നമ്മൾ നിത്യജീവിതത്തിൽ ഇടപഴകുന്ന ചില ആളുകൾ കണ്ട ഒരുപാട് വായിച്ചിട്ടും അത്ര വലിയ കാര്യമില്ല എന്ന് തോന്നുന്ന മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോ ഈ ഒരു മാറിയ പൊളിറ്റിക്കൽ ക്ലൈമറ്റിൽ ഞാൻ എനിക്ക് ഇത്രയും വായനയും ഇതൊക്കെയുള്ള മനുഷ്യന്മാരെ എങ്ങനെ ഇതിലേക്ക് പോകും, എങ്ങനെ ഈ ഒരു പാർട്ടിയോട് അല്ലെങ്കിൽ ഈ ഒരു ഐഡിയോളജിയോട് നമുക്ക് അട്രാക്ഷൻ തോന്നുന്നു എന്ന് വിചാരിക്കുമ്പം, നേരെ മറിച്ച് ഇതൊന്നുമില്ലാത്ത മനുഷ്യന്മാർ ഇതിലും നല്ല ഉഷാറായിട്ട് ചിന്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് അങ്ങനെയും പറയാൻ പറ്റില്ല. പക്ഷെ വായന തരുന്ന ഒരു അത് സൃഷ്ടിക്കുന്ന ഒരു ലോകം, അത് എനിക്ക് വളരെ പ്രിയപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു പുസ്തകത്തിലേക്ക് കയറി കഴിഞ്ഞു, അത് ഭയങ്കര നമ്മൾ ആക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു സാധനം പോലെയല്ല. അപ്പൊ കേട്ടൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ പലതിലും പോകും, നമ്മൾ മുഴുവൻ സമയം ഇത് കേൾക്കില്ല, വേറെ എന്തൊക്കെയോ ചിന്തിക്കും. മറ്റത് അങ്ങനെയല്ല,
അതിൽ വായിക്കുമ്പോൾ പിന്നെ ഈ പറയുന്ന പോലെ ഒരു എക്സ്പ്ലോറേഷൻ ആണ്. നമുക്ക് ഈ ഒരു ലൈഫ് ടൈം നമ്മൾ ഓരോരോ ഇതിൽ നമുക്ക് എത്ര എത്ര കാണാൻ പറ്റും, എത്ര സ്ഥലങ്ങൾ കാണാൻ പറ്റും, എത്ര ആളുകളെ പരിചയപ്പെടാൻ പറ്റും, അല്ലെ എത്ര കൾച്ചർ, പല ജീവിത രീതി. ഇത് പുസ്തകം തരുന്നുണ്ട്. ഒരു ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഇല്ലാത്ത ലോകമില്ലല്ലോ. കേരളം മാത്രമല്ലല്ലോ, എല്ലാ ലോകവും അതിനകത്ത് കിടക്കുന്നുണ്ട് വാക്കുകളിൽ. നമ്മൾ ഒരു പക്ഷേ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും കാണാത്ത ലോകത്തെ കാഴ്ചകൾ ഇന്നുണ്ട്. അതെനിക്ക് വായിക്കാൻ പറ്റുന്നത് ആ മനുഷ്യന്മാരെ ഞാൻ കണ്ടുകൊണ്ട് ആ സ്ഥലത്ത് പോയതുകൊണ്ടല്ല, പക്ഷെ ഈ വാക്കുകളിലൂടെ ആ എഴുതുന്ന ആൾക്ക് നമ്മൾ അത് അനുഭവിപ്പിക്കാൻ പറ്റും. അതൊരു വലിയ മാജിക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സിനിമന്റെ ഒരു മേ ബി പരിമിതി നമുക്ക് കൃത്യമായിട്ട് ഇന്ന ക്യാരക്ടർ അവർ കാണിച്ചു തരും ആ ലോകം മുഴുവൻ. വായനയിൽ അതില്ല, ഞാൻ സൃഷ്ടിക്കുകയാണ് ആ ലോകം. അത് എന്റെ അനുഭവങ്ങളും ഞാൻ കണ്ടതൊക്കെ വെച്ചിട്ടായിരിക്കാം. പക്ഷെ എന്റെ ഈ പറയുന്ന ഒരു പുസ്തകം രണ്ടാളും ഒരേപോലെയല്ലല്ലോ വായിക്കുക. സിനിമ മിക്കവാറും നമ്മൾ ഏറെക്കുറെ അറ്റ്ലീസ്റ്റ് വിഷ്വൽസ് ആണ് നമ്മൾ ഒരേപോലെ എടുക്കുന്നത്. ഡീപ്പർ മീനിങ്ങിലും മാറ്റം ഉണ്ടാവാം നമ്മൾ അതിന് എന്തെടുക്കുന്നു. പക്ഷെ ഒരു പുസ്തകവും ഒരാളും ഒരുപോലെയല്ല വായിക്കുന്നത്. ഈവൻ ഞാൻ ഇപ്പൊ നമ്മൾ തന്നെ വായിക്കുന്നത് ഇന്ന് വായിച്ചിട്ട് നമ്മൾ മേ ബി ഒരു 5 വർഷം കഴിഞ്ഞ് വായിക്കുമ്പോൾ ഇപ്പൊ വായിച്ച പോലെയല്ല അന്ന് നമ്മൾ അത് എടുക്കുക. അപ്പൊ അത്രയും വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു ലോകം, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ലോകം ഈ വാക്കുകൾ വായിക്കുമ്പോൾ. നമ്മുടെ ഭാവനയിൽ ആ ഒരു സ്ഥലം, ഈ കഥാപാത്രങ്ങള്, അവർക്ക് കൊടുക്കുന്ന എല്ലാം മാനറിസം, അവരെ കാണാന്, അവര് നടന്നു പോകുന്ന വഴി. എനിക്ക് തോന്നുന്നു ഞാൻ പൊതുവെ വിഷ്വലായിട്ടാണ് വായിക്കുന്നത്. എല്ലാവരും ആയിരിക്കാം ആ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇത് മുഴുവൻ ഈ ലോകം എങ്ങനെയായിരിക്കും, ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ആലോചിക്കും. അത് തരുന്ന ഒരു അതൊരു എനിക്ക് തോന്നുന്നു വേറെ ഒരു പ്രവൃത്തിക്കും അത് തരാൻ പറ്റില്ല എന്നാണ് എന്റെ വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത് വായന. ആ ഒരു ക്യാരക്ടേഴ്സിന്റെ നമ്മളിപ്പം ഏതൊരു പുസ്തകം വായിക്കുമ്പോൾ ഒരു ക്യാരക്ടറിനെ ഫിസിക്കൽ അപ്പിയറൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ സൃഷ്ടിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ലുക്കുള്ള ആൾക്കാരായിരിക്കും മനസ്സിലാക്കുക. ഇത് അവര് ഏകദേശം ഇപ്പൊ ഇത്ര നീളം ഉള്ള ആളാണ്, ഇത്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ സങ്കല്പിക്കുന്ന നീളാവില്ല ഇപ്പൊ വിനോദ് വായിക്കുമ്പോ അത് വ്യത്യാസമുണ്ട്. നമ്മുടെ അതനുസരിച്ച് നമ്മൾ ആ ആളുകളെ ആ ഇതിനകത്തുള്ള ലോകം ഉണ്ടാക്കുന്നതൊക്കെ വ്യത്യാസമുണ്ട്. അതെനിക്ക് വളരെ രസകരമായിട്ട് തോന്നുന്നത്. അതായത് പറഞ്ഞ വാക്കുകൾ കൊണ്ട് നമ്മൾ കളിക്കുന്ന ഒരു സർക്കസ് ഉണ്ട്, ഉണ്ടാക്കുന്ന ഒരു ലോകം. അത് വേറെ ഒന്നിനും തന്നെ തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ ഞാൻ UK ഉണ്ടായിരുന്നു കുറച്ചു കാലം. അപ്പൊ UK പോയ സമയത്ത് പുസ്തകങ്ങളിലൂടെയും ആണ് UK ഞാൻ സങ്കല്പിച്ചിട്ടുള്ളത്. കാരണം വെച്ചാൽ നമ്മൾ ഇന്ത്യയിലുള്ളതായോണ്ടായിരിക്കും നമ്മൾ വായിച്ച പുസ്തകങ്ങളൊക്കെ ലണ്ടൻ ബേസ് ചെയ്തിട്ട്. അപ്പൊ ഷെർലക് ഹോംസ് വായിച്ചിട്ടുണ്ട്, അങ്ങനത്തെ. അപ്പൊ നമുക്ക് ഏതാണ്ട് ഒരു ഇതും സ്ഥലങ്ങളൊക്കെ അറിയാം. പിന്നെ വലിയ മാറ്റങ്ങളൊന്നും അവിടെ ആ എഴുതിയ കാലഘട്ടത്തിൽ വന്നിട്ടില്ല. അമേരിക്ക വാസ് മച്ച് മോർ വാസ്റ്റ്. ഇപ്പം അമേരിക്കയിൽ ആകെ എനിക്ക് അറിഞ്ഞിരുന്നത് ഹക്കിൾബറി ഫിന്നും അങ്ങനത്തെ കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഒരു പാർട്ട് ഓഫ് അമേരിക്കയിൽ ഇരിക്കുന്നത്. ഇപ്പം കാലിഫോർണിയയിലാണ് ഞാൻ താമസിക്കുന്നത്. ബീറ്റ് ജനറേഷൻ ഞാൻ വായിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ജാക്ക് കൊറാക്കോ, ബീറ്റ് ജനറേഷൻ ഒന്നും വായിച്ചിരുന്നില്ല, ഗിൻസ്ബർഗ് ഒന്നും വായിച്ചിരുന്നില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിച്ചിരുന്ന സാധനങ്ങളാണതെന്നുണ്ടെങ്കിലും എനിക്കത് ടോട്ടലി അപരിചിതമായിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം വന്നപ്പം എനിക്ക് കാലിഫോർണിയ എന്ന് പറഞ്ഞാൽ സിലിക്കൺ വാലി, ടെക്, ഞാൻ ഈ എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് ആ ഒരു കാലിഫോർണിയ എനിക്ക് അറിഞ്ഞുകൂടും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് ആക്ച്വലി എഴുത്തിൽ കൂടെയുള്ള കാലിഫോർണിയ എന്ന് പറയുന്നത്. കാലിഫോർണിയയുടെ പല പല ഭേദങ്ങളുണ്ട്. ഗോൾഡ് റഷ് ഉണ്ടായിരുന്ന കാലത്തെ കാലിഫോർണിയ എന്ന് പറയുന്ന ഒരു സംഭവം, ഈ ടെക് റെവല്യൂഷൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന കാലിഫോർണിയ. പക്ഷെ ലിറ്ററേച്ചറിന്റെ ഒരു സാൻ ഫ്രാൻസിസ്കോ ലിറ്ററേച്ചറിന്റെ ഭാഗമായിട്ട്, ബീറ്റ് ജനറേഷന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു കാലിഫോർണിയ. ഇതൊക്കെ വ്യത്യസ്തമായ കാലങ്ങളാണ് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും ഇപ്പം പോയിട്രി ഫെസ്റ്റിവലിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 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 ബീറ്റ് സിങ്ക് ഉണ്ട് അതിന് പലപ്പോഴും. കാരണം ഇന്നും ആൾക്കാർ വായിക്കുന്നത്, സംസാരിക്കുന്നതൊക്കെ. എനിക്ക് തോന്നുന്നു നമ്മൾ പുസ്തകം വായിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്തേക്ക് അത് വായിച്ചു കഴിഞ്ഞിട്ട് ആ കഥ നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ ഒരു ഭാഗമാകും. കാരണം നമ്മൾ ഈ ഇമേജ് സൃഷ്ടിച്ചിട്ടുണ്ട്. സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കണക്ഷൻ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഓൾറെഡി അവിടെ ഉണ്ട്. ഈവൻ കഥാപാത്രങ്ങൾക്ക് നമുക്ക് വേറൊരു ഇമേജ് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഇന്ന ആള് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പുസ്തകം വായിക്കുമ്പോൾ അയാളുടെ രൂപേ നമുക്ക് ഓർമ്മ വരുള്ളൂ. എനിക്ക് തോന്നുന്നു ലിറ്ററേച്ചർ സിനിമയാക്കുമ്പോൾ, നമുക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ സിനിമയാക്കുമ്പോൾ എപ്പോഴും ഈ ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മുടെ ഉള്ളിൽ വേറെ ഒരു ലോകമായിരുന്നു.
ഇത് വിഷ്വലി കാണിക്കുമ്പോൾ നമുക്ക് മിക്കപ്പോഴും സിനിമ പരാജയപ്പെടും. ചിലത് നല്ല അതിഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് രണ്ട് പുസ്തകങ്ങളൊക്കെ പറഞ്ഞാൽ സിനിമയും നല്ലതാണ്, പുസ്തകവും നല്ലതാണ്. റീഡർ എന്നൊക്കെ പറഞ്ഞ സിനിമയൊക്കെ വന്ന സമയത്ത് പുസ്തകം വായിച്ചിട്ട് പക്ഷെ അത് ഗംഭീരമായിട്ട് വിഷ്വലിയും ചെയ്തിട്ടുണ്ട്. അല്ലാതെ മിക്കപ്പോഴും നമുക്ക്, കാരണം നമ്മുടെ ഉള്ളിൽ ഒരു ലോകമായിരിക്കും നമുക്ക് കൂടുതൽ നന്നായിട്ട് തോന്നുന്നത് വിഷ്വലി കാണിക്കുന്നതിനൊക്കെ. അപ്പം വിഷ്വൽ സാധനത്തിന് റീച്ച് ഉണ്ടാവും കൂടുതൽ, എന്നാലും അതിന് പരിമിതിയുണ്ട്. അതെല്ലാം ഓൾറെഡി അവിടെ കാണിക്കും. നമ്മുടെ ഇമാജിനേഷൻ അവിടെ സ്കോപ്പില്ല. നമുക്ക് അവരുടെ ഇമോഷൻസ് ഒക്കെ ആലോചിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന വില്ലിങ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് ഒക്കെ നടക്കുന്നുണ്ടാവും. പക്ഷെ ആ വേൾഡ് ഈസ് ഓൾറെഡി ദെയർ. യു ഹാവ് നോ പാർട്ട് ഇൻ ക്രിയേറ്റിംഗ് ദാറ്റ്. അത് കണ്ടിട്ട് അത് നമുക്ക് എടുക്കാം. പുസ്തകത്തിന് അതല്ല, ഒരു ഭയങ്കര പോസിബിലിറ്റി നമുക്ക് എങ്ങനെ വേണേലും ചിന്തിക്കാം എന്നുള്ള ഒരു സ്വാതന്ത്ര്യം വായനക്കാരന് കൊടുക്കുന്നുണ്ട്. അത് മറ്റേ ഇയാള് പറഞ്ഞ ഒരു ഓതർ ഇസ് ഡെഡ് എന്ന് പറഞ്ഞ പോലെ, പിന്നെ അതിന് ഓതറിന് കാര്യമില്ല, വായനക്കാരന്റെയാണ്. കാരണം ഒരു പുസ്തകം എഴുതുന്നത് ഒരാളാണെങ്കിലും അതിനെ കംപ്ലീറ്റ് ചെയ്യുന്നത് പല പല ഘട്ടങ്ങളിൽ പല പല ആൾക്കാർ പല പല രീതിയിലാണ് അതിനെ കൺക്ലൂഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ആൾക്കാർ ഒരു പ്രാവശ്യം വായിച്ച പുസ്തകം ഒരിക്കലും ജീവിതത്തിൽ അടച്ചു വെക്കാണ്ട് കൂടെ കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ എത്ര പുസ്തകങ്ങളിലേക്ക് നമ്മളൊക്കെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് തിരിച്ചു വരുന്നുണ്ട് അതേ പുസ്തകത്തിലേക്ക്. എനിക്കൊന്ന് കേരളത്തിൽ നല്ലൊരു ശതമാനം ആൾക്കാര് ഒക്കെ സംഘന്റെ ഇതിഹാസത്തിലേക്ക് ഒന്നുമില്ല, രവി ഇറങ്ങണ പൊസിഷനിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. നമ്മൾ ജീവിതത്തിൽ പല സമയത്തും രവിയെ പോലെ ഓരോ സ്ഥലത്ത് ബസ് ഇറങ്ങുന്നുണ്ട്. അതുണ്ട് ഓരോ കാലത്ത്. അതേ ഞാൻ പറഞ്ഞ, അത് പല കാലത്ത് വായിക്കുമ്പോൾ നമുക്കത് പലതുമാണ്. നമ്മുടെ ആ സമയത്ത് നമ്മള് ജീവിച്ചൊരു ജീവിതം, നമ്മുടെ അനുഭവങ്ങള്, ഈവൻ നമ്മുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് പോലും. ഇപ്പൊ ഒരു പുസ്തകം വായിക്കാൻ ഇരിക്കുമ്പോൾ ഞാൻ ഇരിക്കുന്ന ഒരു ഇമോഷണൽ സ്റ്റേറ്റ് അനുസരിച്ച് ആ പുസ്തകം എന്നെ ബാധിക്കുന്നതും വ്യത്യാസം. ഇപ്പം ചില സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ചൊരു ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് വായിച്ചാൽ കൂടുതൽ നമുക്ക് ഭയങ്കര ഫീലിങ്സ് ഒക്കെ വരും, കരയാനൊക്കെ വരുന്ന പോലെയൊക്കെ ഉണ്ടാവും. അതല്ലാത്തൊരു മൂഡിൽ വായിക്കുമ്പോൾ വ്യത്യാസമുണ്ട്. അപ്പൊ അത് ബുക്സ് ഈ പറഞ്ഞ പോലെ ഒരു നമ്മളെ എങ്ങനെയൊക്കെ കൊണ്ടുപോകും എന്നുള്ളത് പറയാൻ പറ്റാത്തൊരു എന്തൊക്കെയാ പേജുകളുടെ ഇടയിലുണ്ട്. ഇതില് ഈ പാൽത്തു ജാൻവർ എന്നുള്ള ആ കഥ എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ ദാറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം സം ഓഫ് ദ അതർ സ്റ്റോറീസ്. അതിനൊരു പൊളിറ്റിക്കൽ കൺവെർട്ടേഷൻ, പൊളിറ്റിക്കൽ എന്നുള്ളതിനെക്കാളും കൂടുതൽ ഒരു സോഷ്യൽ ഇതുണ്ട്. എങ്ങനെയാണ് മാറ്റം ആൾക്കാർക്ക് വരുന്നത്, ആ മാറ്റത്തിനെ നമുക്കെന്തോ തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് പരാജയപ്പെടുന്ന ഒരു മനുഷ്യന്റെയും, എന്നാൽ അയാൾ അത്ര മോശമല്ല, എന്നാലും അയാൾ ഈ കാര്യങ്ങൾ കാട്ടിക്കൂട്ടലുകളും അങ്ങനത്തെ അത് ആൾക്കാർ വായിച്ചിട്ട് ആൾക്കാരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഞാൻ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് എഴുതുന്ന കാലഘട്ടം അതായതുകൊണ്ടും പേര് പിന്നെ മലയാളത്തിലല്ലാത്തതുകൊണ്ട് അത് അത്രയില്ല. പക്ഷെ ആ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാന്ന് വിചാരിച്ചു. ഭാഗ്യത്തിന് നേരിട്ടുള്ള ആക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ആ ഒരു സമയത്ത് ഈ പറഞ്ഞ നമ്മുടെ സൊസൈറ്റിന്റെ ആ ഒരു ചേഞ്ച് നമുക്ക് ഇങ്ങനെ പാൽപ്പബിൾ എന്ന് പറയുന്ന പെട്ടെന്ന്, അതുവരെ നമ്മൾ ജീവിച്ച പണ്ട് തൊട്ടേ നമ്മൾ ജനിച്ചപ്പോൾ തൊട്ടേ ഇവിടെ രാഷ്ട്രീയമുണ്ട്, പല പാർട്ടികളുണ്ട്, പല സാധനങ്ങളും നടക്കുന്നുണ്ട്, അധികാരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കളികളും നടക്കുന്നുണ്ട്. പക്ഷെ അത് തീർത്തും ഈ പറഞ്ഞ പോലെ വളരെ ബുദ്ധിപൂർവ്വം അവർ ചില സിമ്പിൾസ് ഒക്കെ കൊണ്ടു. ഇപ്പൊ ഈ പശു എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം കേൾക്കുമ്പോൾ നമുക്കിത് ഭയങ്കര എന്ത് ഒരു തമാശയായിട്ട്, പ്രത്യേകിച്ച് മലയാളികള് എടുത്തിട്ടുണ്ടാവും. പിന്നെയാണ് അതിന്റെ ഒരു കൊണോട്ടേഷൻ മാറിയിട്ട് ഇപ്പൊ നമുക്ക് തന്നെ അറിയുന്ന ചില സുഹൃത്തുക്കളൊക്കെ പെട്ടെന്ന് ഒരു ദിവസം ബീഫ് കഴിക്കുന്നു, നിർത്തുന്നു, അങ്ങനെ ഡ്രാസ്റ്റിക് ചേഞ്ച് അതുവരെ ഉണ്ടായിരുന്ന ഒരു സാധനത്തിൽ, അല്ലെങ്കിൽ വീട്ടിൽ വെക്കൂല. അപ്പൊ ഇവര് നമ്മുടെ വീട്ടിൽ വരുമ്പോ നമുക്ക് ഇത് കൊടുക്കാൻ പാടുണ്ടോ, അല്ലെ കൊടുക്കണോ എന്നൊക്കെ രീതിയിൽ നമ്മൾ കോൺഷ്യസ്. അതൊരു ഭക്ഷണം, അതുവരെ കേരളത്തിന്റെ പൊറോട്ടയും ബീഫ് എന്ന് പറഞ്ഞ ഒരു ദേശീയ ആഹാരം എന്ന് പറഞ്ഞ പോലെ ഒരു സാധനം അത് ഉണ്ടാവുന്നു. അപ്പം പെട്ടെന്ന് പശു നമ്മൾ ചെറുപ്പത്തിൽ കാണുന്ന ഒരു ഭയങ്കര കൗതുകമുള്ള, നമുക്ക് സ്നേഹം തോന്നുന്ന ഒരു മൃഗമല്ല. അതിനോട് നമുക്ക് ആ സിമ്പിൾ എന്നുള്ള രീതിയിൽ അതിനോട് പോലും നമുക്കൊരു നെഗറ്റീവ് ഫീലിംഗ് വരുന്ന രീതിയിലേക്കൊക്കെ മനുഷ്യൻ മാറി പോകുന്നത് ഒരു ചെറിയ കാലയളവിൽ. പിന്നെ അങ്ങനെ കുറെ കാഴ്ചകൾ നമ്മുടെ ചുറ്റുമുള്ളത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമമുണ്ടല്ലോ. നമ്മൾ ഇത്രയും കാലം ജീവിച്ചത് നമ്മളിങ്ങനെ ഈ പറയുന്ന ഒരു സൊസൈറ്റിയിൽ, അവിടെ നമ്മൾ നമ്മുടെ കൂട്ടുകാരുടെ ജാതിയും മതവും നോക്കിയിട്ടായിരുന്നു. ഞാൻ അങ്ങനെ ജീവിച്ചിട്ട് അങ്ങനെയുള്ള ഒരു ക്യാമ്പസിൽ ഞാൻ പഠിച്ചിട്ടുമില്ല.
അപ്പൊ അത് കഴിഞ്ഞ് ഈ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഞാൻ കാണുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നിയ ഒരു സാധനമാണ്. മനുഷ്യന്മാരെ ഈ പറയുന്ന ഒരു കാര്യത്തിന്റെ മുകളിൽ നമ്മൾ വിഭജിക്കുക എന്ന് പറയുമ്പോൾ, ഒന്നാമത് നമ്മുടെ ലൈഫ് എത്ര നിസ്സാരമാണെന്ന് ഈ പൊട്ടന്മാരായ മനുഷ്യന്മാരെ എന്താ ചിന്തിക്കാതെ, നാളെ ഞാൻ മരിച്ചുപോയ ഹൂ ബോദേഴ്സ്, 2 ദിവസം വീട്ടുകാർ കയറിയിരിക്കുക, ഞാൻ അവരവരുടെ ജീവിതം പോവില്ലേ, മൂവ് ഓൺ വിത്ത് ദിയർ ലൈഫ്. ഒരു മനുഷ്യനും ഈ പറയുന്ന മാതിരി ഒരു ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നേ. നമുക്ക് വ്യക്തിപരമായിട്ട് ഇന്നാൾ പോയാൽ അത് എന്റെ 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 ചില സൗകര്യങ്ങൾ, എന്റെ ചില നഷ്ടത്തിന്റെ മുകളിലായിരിക്കും നമ്മൾ വേദനിക്കുന്നത്. അത് കഴിഞ്ഞാൽ എല്ലാവരും അവരുടെ ജീവിതമായിട്ട് ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. എന്നിട്ടാണ് നമ്മൾ ഈ ചെറിയ കാലത്ത് ഇവിടെ ചെയ്തു തീർക്കാൻ പറ്റാത്ത അത്ര കാര്യങ്ങൾ നമുക്ക് യാത്രയായാലും ഭക്ഷണമായാലും മറ്റു പുസ്തകങ്ങളായാലും സിനിമയിലും ഉണ്ട്. ഇതൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു തരത്തിൽ ഫിലോസോഫിക്കലൊക്കെ ആയിട്ട് ചിന്തിച്ചു പോയി, എന്താണ് ഈ മനുഷ്യന്മാർ കാണിച്ചു കൂട്ടുന്നത്. അങ്ങനെയാണ് ആ കഥയുടെ ഒരു ഐഡിയ വരുന്നത്. അത് എഴുതുമ്പോൾ എനിക്ക് ഇതൊരു എസ്സേ പോലെ ആവാൻ ഭയങ്കര എളുപ്പം. കാരണം നമ്മൾ കൃത്യമായിട്ട് മിക്കവാറും കഥ എഴുതുമ്പോൾ നമ്മൾ അങ്ങനെ ഓക്കെ ഇന്ന വിഷയത്തെ കുറിച്ച് ഒരു കഥ എഴുതാം എന്ന് പറയില്ലല്ലോ, ഇന്ന വിഷയത്തെ കുറിച്ച് ഉപന്യസിക്കുക എന്നാണ്. പക്ഷെ ഇത് കൃത്യമായിട്ട് എനിക്ക് ഈ വിഷയം പറയണം ഈ സൊസൈറ്റിയിൽ, അത് പശു തന്നെയാണ് എന്ന് പറയണം, അത് വെച്ചിട്ട് ഒരു കഥ പറയണം എന്നുള്ള ചിന്തയിൽ നിന്നാണ് ആ കഥ ഉണ്ടാവുന്നത്. എഴുതി തുടങ്ങുമ്പോൾ ഇതിന്റെ പ്രശ്നം അതാണ്, ഇത് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പളി കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് ഞാൻ എന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആവും, കഥയാവില്ല, സ്റ്റേറ്റ്മെന്റ് ആവും. വാട്ട് ഷൈന വാണ്ട്സ് ടു സേ അബൌട്ട് ദിസ്, ഞാനൊരു ആർട്ടിക്കിൾ എഴുതുന്ന പോലെയാണ്. എന്റെ പേരും കൂടെ പറഞ്ഞാൽ ഒരു അധിക ബാധ്യതയോ, അതായിരുന്നു എനിക്ക് അതിലുള്ള ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള തോന്നിയത്. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഇത്തിരി സെറ്ററിക്കലായിട്ട് ഇത്തിരി ഒരു ഹ്യൂമർ കാര്യം പിടിച്ചിട്ട് ഇങ്ങനെ സാധനത്തിലേക്ക് പോകുന്നു. വായിച്ച് പറഞ്ഞ അത്യാവശ്യം നന്നായി വായിക്കപ്പെടുകയും നല്ല ഫീഡ്ബാക്ക് ഒക്കെ കിട്ടിയ ഒരു കഥയാണ്. ഞാൻ വിചാരിച്ച രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അല്ല, അതിന്റെ പുസ്തകം വായിക്കുമ്പോഴും ഇപ്പൊ ഞാനത് വായിക്കുമ്പോൾ എനിക്ക് അതിന്റെ അണ്ടർടോൺ മനസ്സിലാവുന്നതുകൊണ്ടായിരിക്കാം മതി. പക്ഷെ അണ്ടർടോൺ മനസ്സിലാവാണ്ട് അത് വായിച്ചു പോകുന്ന ആൾക്കാരും കുറെ ഉണ്ടാവും അതിന്റെ മുകളിൽ എന്നുള്ളതാണ്. കാരണം ഭയങ്കര രസമാണ് ഈ നമുക്കിങ്ങനെ ഒരു സമയത്ത് ഈ പറഞ്ഞ ഭയങ്കര ചർച്ചകളായിരുന്നല്ലോ, പ്രത്യേകിച്ചും ഈ കോവിഡ് സമയത്ത്. ഇപ്പൊ ഫോണിലും മറ്റേ ഗ്രൂപ്പുകളിലും സൂം മീറ്റിങ്ങും ചർച്ചയൊക്കെ കഴിഞ്ഞിട്ട് ചില ആൾക്കാർ ഇതിനെ കുറിച്ച് പറയുന്നതും പിന്നെ കമന്റ്സ് ആയിട്ടൊക്കെ വരുന്ന വായിച്ച് നമ്മൾ ചിരിച്ചു മരിക്കുന്ന പറഞ്ഞ കാര്യമാണ്. പശുവിനെ വളർത്തുന്നതിനെ കുറിച്ചൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അപ്പൊ പശുവിനെ ഇപ്പോഴത്തേതായിരിക്കും, പക്ഷെ നമ്മൾ പശുവിനെ അങ്ങനെ അത് എന്നൊക്കെ പറഞ്ഞിട്ട് തീർത്തും പശു വളർത്തലിലേക്കൊക്കെ രീതിയിൽ ആൾക്കാർ വായിച്ചു. ഇംപ്രാക്ടിക്കാലിറ്റി അതായത് പശു വളർത്തുന്നതിന്റെ ഇന്നത്തെ കാലഘട്ടത്തിലെ ഇംപ്രാക്ടിക്കാലിറ്റിനെ തുറന്നു കാട്ടിയതായിരിക്കും. അതിനെ ഉപേക്ഷിച്ചത് ശരിയായില്ല എന്നുള്ള രീതിയിൽ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ശരി, ആൾക്കാരുടെ സ്വാതന്ത്ര്യം, അവരെങ്ങനെയെങ്കിലും വായിച്ചോട്ടെ, തിരുത്താൻ പറ്റില്ല. അങ്ങനെ വികാരം ഇതായ ആൾക്കാരുണ്ട്. കാരണം പശു ഇപ്പൊ നമ്മളൊക്കെ പണ്ട് വളർത്തിയിട്ടില്ല, ഇപ്പൊ ഇല്ലെങ്കിൽ അങ്ങനെ അതിനെ കൊണ്ട് ഉപേക്ഷിക്കാൻ പാടുണ്ടോ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ആ രീതിയിൽ വളരെ അതായത് നിഷ്കളങ്കമായിട്ട് വായിച്ച ആൾക്കാരുണ്ട്. മേ ബി അവരെ മനസ്സിലാക്കിയത് അങ്ങനെയായിരിക്കാം. ചിലപ്പോ എനിക്ക് തോന്നുന്നത് ഈ പശു വളർത്തുക എന്നുള്ളത് ഇതൊക്കെ വേണം, പക്ഷെ നോട്ട് ഇൻ മൈ ബാക്ക് യാർഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കാൻ മതി ആൾക്കാർക്ക്. അതായത് പശു വേണം, പശുവിനെ എല്ലാവിധ രീതിയിലും സംരക്ഷിക്കണം, അതൊക്കെ ചെയ്യണം. പക്ഷെ എന്റെ വീട്ടിന്റെ എനിക്ക് അത് ആ ഒരു ഡിഫറൻഷിയേഷൻ പാൽത്തു ആണെങ്കിലും അല്ലെങ്കിലും ജാൻവറായിട്ടുള്ള ഒരു ഡിഫറൻഷിയേഷൻ ഉണ്ട് മനുഷ്യന്. അപ്പൊ ആ ജാൻവറായിട്ടുള്ള ഡിഫറൻഷിയേഷൻ വെച്ചിട്ട് ജാൻവറിനെ നിങ്ങൾ എന്തൊക്കെ ചെയ്തോളൂ, കുഴപ്പമില്ല. അത് ഈവൻ പീപ്പിൾ who believe in a certain ideology don't want some of these things in their backyard എന്നുള്ളതാണ്. കാരണം ഇപ്പൊ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആൾക്കാര് വളരെ നാരോ മൈൻഡഡ് ആയിട്ട് പല കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു നാരോ മൈൻഡഡ്നെസ് അല്ല ചുറ്റുമുള്ള ആൾക്കാരിൽ. കാരണം അത് കേരളത്തിലായിരിക്കാം മതി. ഇവിടെ വരുന്ന സമയത്ത് ഇറ്റ് ഇസ് മച്ച് മോർ ഈസിയർ ഫോർ പീപ്പിൾ ടു ബിക്കം നാരോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ വരുന്ന ആൾക്കാര് അവരെ പോലുള്ള ആൾക്കാരുടെ മാത്രം ഗ്രൂപ്പുകളിൽ തങ്ങി നിൽക്കുന്ന ഒരു സംഭവമുണ്ട്. അത് ജാതിന്റെ മുകളിലുള്ള സംഭവം. ഇപ്പൊ ഞാനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഇവിടെയൊക്കെ ചില ഗ്രൂപ്പുകളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പരിചയപ്പെടുത്തുമ്പോൾ ഇപ്പൊ ഞാൻ ഈ ജാതി അല്ലാട്ടോ എന്ന് പറയും. അപ്പൊ ഞാൻ ചോദിക്കും വൈ ഡസ് ദാറ്റ് മാറ്റർ? പക്ഷെ അയാൾക്കൊരു ധാരണ ഉണ്ട്, അയാൾ ഔട്ടാണ്, അവിടെ ആ ഗ്രൂപ്പിൽ പെടുന്നില്ല എന്നുള്ളത്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട് ഭാര്യ ഇതായത് കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടെന്നൊക്കെ പറയാം. അപ്പോ
നമ്മളത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഒരു കോൺഷ്യസ് എഫേർട്ടാണ് ഇങ്ങനത്തെ ഗ്രൂപ്പുകളിൽ പോവാണ്ടിരിക്കുക. ഇത് ഒരു വിഭാഗത്തിലുള്ള മതത്തിന്റെയോ ജാതിയുടെയോ വിഭാഗത്തിലുള്ള ആൾക്കാർ മാത്രം പങ്കെടുക്കുന്ന ഒരു വേദിയാണെങ്കിൽ നമ്മളത് മനഃപൂർവ്വം പോകാതിരിക്കുക. അപ്പൊ ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാ ഇതിന് വരാത്തത്, അതിന് വരാത്തത്. ഞാൻ പറഞ്ഞു, അതിന് വരില്ല. അത് ഒരു സെക്യുലർ സംഭവമാണെന്ന് എനിക്ക് തോന്നാത്തത് കൊണ്ട് അതിന്റെ മുകളിലൊരു നോൺ സെക്യുലർ ആയിട്ടുള്ള ഒരു വാക്ക് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അസോസിയേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്, അത് മതത്തിന്റെ ജാതിയുടെ മുകളിലാണെങ്കിൽ, ഞാൻ പറഞ്ഞു ഞാൻ പങ്കെടുക്കില്ല. കാരണം അത് പങ്കെടുക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനത്തെ സംഭവങ്ങളുടെ എക്സിസ്റ്റൻസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം വളരെ ഈസി ആയിട്ട് നമ്മൾ തന്നെ അറിയാതെ നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഭാഗമായി മാറും എന്നുള്ളതാണ്, വളരെ ഈസി ആയിട്ട്. ഐ തിങ്ക് അത്, അപ്പൊ ഇത് പുസ്തകം വായിച്ചിട്ട് ആൾക്കാർക്ക് അതിനെ വളരെ ഒരു സ്റ്റോറി, ഒരു സെറ്റയർ എന്നുള്ള രീതിയിൽ, സെറ്റയർ എന്നുള്ള ഫാക്ടർ തന്നെ മനസ്സിലാക്കാണ്ട ഒരു സ്റ്റോറി എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി ഇന്നും എന്തൊക്കെയോ ചിലപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കണം. ചിലപ്പോൾ ചിലത് ആൾക്കാർക്ക് വായിക്കുന്ന സമയത്ത് വേറൊരാൾ പറയുമ്പോഴും അയ്യ അങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരു റിയലൈസേഷൻ പിന്നെ വരുമ്പോൾ അതെനിക്ക് തോന്നുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഫോർ പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഓൾ ഇസ് ഹാപ്പനിങ് അറൌണ്ട് യു. ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഏതാണ്? ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് നോവലുകൾ കിട്ടിയപ്പോൾ നോവലുകളുടെ ഒരു ഇതിലാണ് ഹരീഷിന്റെ പുതിയ പുസ്തകത്തിന്റെ ഒരു കോപ്പി ഇറങ്ങുന്നേ ഉള്ളൂ, പക്ഷെ കിട്ടി. അതാണ് ഇപ്പൊ വായിക്കുന്നത്. ഗംഭീരമായിട്ടുണ്ട്. പൊതുവെ ഇപ്പൊ എഴുതുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരനാണ് ഹരീഷ്. പിന്നെ അതിന്റെ കൂടെ ഈ സൂരജ് അങ്ഡയുടെ കാസ്റ്റ് മാറ്റേഴ്സ് എന്നുള്ള ഒരു പുസ്തകം, അത് പക്ഷെ ഞാൻ കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഒന്ന് നോൺ ഫിക്ഷൻ ആണ്, നമുക്ക് കുറച്ചുകൂടെ അതില് നമ്മുടെ ഇൻവോൾവ്മെന്റ് വേണം. കഥ പോലെ വായിക്കാൻ പറ്റില്ല, കാരണം ഫാക്ച്വലാണ്. അയാൾ ജീവിച്ചൊരു ജീവിതമാണ്. നമ്മള് കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ പറയുന്നുണ്ടോ ഇതൊന്നുമില്ല, നമുക്ക് നവോത്ഥാനവും നമ്മൾ ഭയങ്കര ഉത്ബുദ്ധരായ മലയാളികൾ എന്നൊക്കെ പറയുമ്പോൾ ഇതുണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്, പല അളവിൽ ശരിക്കും ഉണ്ട്. നമ്മളത് അറിഞ്ഞോ അറിയാതെ ചില വാക്കുകളിലൂടെയോ പ്രയോഗങ്ങളിലൂടെയോ അല്ലെങ്കിൽ ചില ആളുകളോടുള്ള പെരുമാറ്റം, ചില ആളുകളെ കാണുമ്പോൾ പറയുന്ന കമന്റ്, തൊലിയുടെ നിറോ മറ്റൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. പൂർണ്ണമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും പോയിട്ടുണ്ട്. ഇത് കൂടി വരുന്നതായിട്ടോ എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഈ പറയുന്ന കാസ്റ്റ് അല്ലെ ജാതിയുടെ ഒരു അഭിമാനമായിട്ട് കൊണ്ടു നടക്കുന്ന ഈ സാധനം കൂടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സുരജിനെ ഞാൻ കഴിഞ്ഞ കേരളത്തിന് പരിചയപ്പെട്ടു, ഞാൻ പുസ്തകം വായിച്ചു. പക്ഷെ ഈ പറഞ്ഞ പോലെ ചില പുസ്തകങ്ങൾ വായിക്കാൻ നമ്മൾ തുടങ്ങാൻ സമയമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വേറെ വായനയൊക്കെ വന്നപ്പോൾ വായിച്ചിട്ടില്ല, പക്ഷെ ഇപ്പോഴാണ് വായിച്ചു തുടങ്ങുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ അയാളുടെ ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ ഇന്ത്യൻ ഇതിൽ, കാസ്റ്റീസ്റ്റ് ആയിട്ടുള്ള വളരെ ഒരു ദളിത് ആള് ഉള്ള അവരനുഭവിക്കുന്നത്, അത് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ആണ്. നമ്മളപ്പോ ഒരുപാട് പ്രിവിലേജിൽ ജീവിക്കുന്ന ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയുന്ന പോലും ഒരിക്കലും അറിയുന്നില്ല ജീവിതത്തിൽ, നമ്മൾ ഒരിക്കലും ഫേസ് ചെയ്യും. കഴിഞ്ഞിട്ട് അയാളുടെ ഒരു സ്ട്രഗിൾ, അയാളിപ്പോ എവിടെ എത്തി എന്നുള്ള ഒരു ഇത്, അത് ഞാൻ കുറച്ചുകൂടെ നമ്മളൊരു പഠനം എന്നൊക്കെയുള്ള രീതിയിൽ ഈ സമയമെടുത്ത് പതുക്കെ വായിക്കും. നോട്ട്സ് എഴുതിയെടുക്കും? നോട്ട്സ് എഴുതാറില്ല, പക്ഷെ ചില സാധനങ്ങൾ എനിക്ക് തോന്നുന്നു ചിലതങ്ങ് മനസ്സിൽ. പക്ഷെ ഈ പുസ്തകം എനിക്ക് തോന്നുന്നു കുറച്ച് നമ്മൾ നോട്ട്സ് എഴുതിയെടുത്ത് വായിക്കേണ്ട ഒരു പുസ്തകമാണ്. ഒന്ന് എനിക്ക് പുസ്തകത്തിന്റെ സൈഡിൽ മാർക്ക് ചെയ്യുന്നതും മറ്റതും വലിയ ഇഷ്ടമല്ല. പുസ്തകമായിട്ട് ഇരിക്കണം എന്ന് തോന്നുന്നുണ്ട്. നാട്ടില് ഈ ബുക്ക് ക്ലബ് ഉണ്ടോ? എവിടെ? നാട്ടില് ബുക്ക് ക്ലബ്സ് ഉണ്ടോ? ഈ എഴുതുന്നതിന്റെ അല്ലാണ്ട് നമ്മൾ എങ്ങനെയാണ് വായിക്കുന്ന ഒരു സംഭവം നമുക്ക് റീറ്റെയിൻ ചെയ്യുന്നത്? ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ നോവലും കഥകളും വായിക്കുമ്പോൾ ഇപ്പൊ എനിക്ക് നമ്മുടെ സമാന മനസ്കരായ കുറച്ച് സുഹൃത്തുക്കളുണ്ടാവുമല്ലോ, നമ്മൾ എഴുതുമ്പോഴൊക്കെ ഷെയർ ചെയ്യും. ഞാൻ ഒരു പുസ്തകം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ഞാൻ അവർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കും. എനിക്ക് ഇഷ്ടമാണ് പുസ്തകം വാങ്ങിക്കും. എന്റെ പുസ്തകം ഞാൻ കൊടുക്കില്ല കേട്ടോ. ആ പുസ്തകങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഭയങ്കര പോസിറ്റീവാണ്. എനിക്ക് ഈ പുസ്തകം പുറപ്പെട്ടു പോയാൽ തിരിച്ചു വരൂല എന്നുള്ളത് കൊണ്ട് അതെനിക്ക് ആ ഗ്യാപ്പ് ഇങ്ങനെ ഫീൽ ചെയ്യും. എന്റെ പുസ്തകം തിരിച്ചു കിട്ടിയില്ല എന്നുള്ള സാധനം. അപ്പൊ നമുക്ക് അവരോട് ഒരു ഇത് വരും. അതുകൊണ്ട് വാങ്ങിച്ചു കൊടുക്കാൻ എനിക്കിഷ്ടം. പൈസ കൊടുത്ത് വാങ്ങി, അത് എനിക്ക് ഭയങ്കരമായിട്ട് പ്രിയപ്പെട്ട ഒരു പുസ്തകമാണെങ്കിൽ ഞാൻ മിക്കവാറും അങ്ങനെ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ വായിക്കുന്ന കാര്യം ഞാൻ ഈ ഫോൺ ചെയ്യുമ്പോഴേക്ക് ഇവരോട് ഇപ്പൊ ടൈം ഷെൽട്ടർ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര രസമുള്ള ഒരു പ്രോസസ്സായിരുന്നു. കാരണം അതുവരെ വായിച്ചിരുന്നു ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ഈ മണം എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് എന്റെ എഴുത്തിലും വരാറുണ്ട്. അതെനിക്ക്
എവിടേക്കോ എന്നെ ഒരു ആകർഷിക്കുന്ന, അല്ലെങ്കിൽ അതെങ്ങനെ പറയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചില മണങ്ങളുമായിട്ട് അസോസിയേറ്റ്, ഇപ്പൊ ചിലപ്പോ ഏതെങ്കിലും വഴി പോകുമ്പോൾ ഒരു മണം വരുമ്പോൾ ഏതോ ഒരു കാലത്ത് എന്തോ ഒരു മെമ്മറി കൊണ്ടുവരും. ചിലപ്പോ ഇത് നമുക്ക് കൃത്യമായിട്ട് ഇന്നതാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എനിക്കറിയാം ഈ മണം ഞാൻ വേറൊരു കാലത്ത് വേറൊരു സ്ഥലത്ത് ഈ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആ ഒരു രസമുള്ള സാധനം. ചിലപ്പോൾ കിട്ടും കൃത്യമായിട്ട്, ചിലപ്പോൾ കിട്ടില്ല. പക്ഷെ ഐ നോ ഐ ഹാവ് ഓൾറെഡി എക്സ്പീരിയൻസ് ദിസ്. അല്ലെങ്കിൽ ഈ ഒരു സാധനം ഇത് നമ്മൾ റീകിൻഡിൽ ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാവും. അത് കുറെ ഉണ്ട്. മനുഷ്യന്മാർക്ക് ചില മനുഷ്യന്മാരായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന മണങ്ങളുണ്ട്, ചില അരോചകമായ മണങ്ങളുണ്ട്. ഇതൊക്കെ പല സാധനം. ആ പുസ്തകത്തിലാണ് ഈ മണം എന്ന് പറയുന്ന ഒരു സാധനത്തിൽ അവർ പറയുന്ന ഒരു സ്മെല്ലിനും നമുക്ക് പേരില്ല. നമ്മൾ ഇന്നതിന്റെ മണം എന്ന് പറയും. റോസിന്റെ മണം എന്ന് പറയുമ്പോൾ ഒരു വസ്തുവുണ്ട്, ആ മണത്തിന് പേരില്ല. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമ്മള് പേരുണ്ട്. ഇത് നമ്മൾ എപ്പോഴും അങ്ങനെയല്ലേ പറയും, ഇന്നതിന്റെ മണം ഇന്ന് എന്ന് പറയുന്ന, അല്ലാണ്ട് ആ മണത്തിന് ഇപ്പൊ പച്ച കളർ എന്ന് പറയുമ്പോൾ പച്ച എന്ന് പറയുന്ന പോലെ മണത്തിനില്ലാവരുടെ അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതായിട്ടില്ല. അപ്പൊ ഇത് വായിച്ച് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ വിളിക്കുന്ന സുഹൃത്തുക്കളോട് ഇത് വിശദമായിട്ട് പറയും. അപ്പൊ അതിൽ ഫോട്ടോഗ്രാഫിയുടെ ലൈറ്റിന്റെ ഒരു കാര്യം പറയും. എനിക്കൊന്ന് മോനെയാണ് ഒരു പെയിന്റിങ്, സെയിം പെയിന്റിങ് ഒരു ദിവസത്തിലെ എല്ലാ ലൈറ്റിലും പെയിന്റ് ചെയ്തിട്ട്, എന്നുവെച്ചാൽ ഓരോ ലൈറ്റിലും അത് വ്യത്യാസമുണ്ട് എന്ന് പറയുന്നതിന്. ഇപ്പൊ ഇങ്ങനെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഈ സുഹൃത്തുക്കളോട് പറയും. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അതെന്റെ മെമ്മറിയിൽ നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ മാറും, അല്ലെങ്കിൽ എഴുതി വെക്കണം. ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില വരികളൊക്കെ കണ്ട് എഴുതി വെക്കും. നമുക്കതിങ്ങനെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയാൽ അപ്പം അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നിൽക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇത് സുരേഷിന്റെ ഒക്കെ പുസ്തകം, എന്റെ പുസ്തകം എന്ന് പറയുമ്പോൾ അത് ഈ കഥ പോലെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അതായത് നിങ്ങൾ കുറച്ചുകൂടെ ഡീപ്പർ ആയിട്ട് റിയാലിറ്റി, ഹാർഡ് കോർ റിയാലിറ്റി, അതെനിക്ക് തോന്നി. ഇപ്പൊ ഇവിടെ ഈ ബുക്ക് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്റെ മോളൊക്കെ, ഞാനൊരു ബുക്ക് ക്ലബിന്റെ ഭാഗമല്ല. അപ്പൊ എന്റെ മോളൊക്കെ എങ്ങനെയാന്ന് പറഞ്ഞാൽ അവർ ഇവിടെ ധാരാളം ബുക്ക് ക്ലബ്സ് ആൾക്കാർ വരും. അതായത് ഒരു പുസ്തകം അവർ സെലക്ട് ചെയ്യും, ഒരു മാസം എടുക്കും. അപ്പൊ ഞങ്ങൾ ഓഫീസിൽ ഇപ്പൊ ഞങ്ങളൊരു ബുക്ക് ക്ലബ്ബ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഓഫീസായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ജോലിയെ ബന്ധപ്പെട്ടുള്ള ചില പുസ്തകങ്ങളും അതിന്റെ ഡിസ്കഷൻസ് ഒക്കെ. അപ്പൊ ഒരു പുസ്തകം വായിച്ചിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ വായിച്ചത് കൂടുതൽ, കാരണം പല ആൾക്കാരുടെ പെർസ്പെക്റ്റീവ്സ് നമ്മളെ മനസ്സിലേക്ക് വരികയാണല്ലോ. ഇപ്പൊ ഞാനിപ്പോ അധികവും പുസ്തകം വായിക്കുന്ന സമയത്ത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നോൺ ഫിക്ഷൻ. പിന്നെ റീഡ് നോൺ ഫിക്ഷൻ, ഇപ്പൊ യുവാൽ ഹരാരിന്റെ നെക്സസ് വായിക്കുമ്പോഴോ, അല്ലെങ്കിൽ മാൽക്കം ഗാഡ്വലിന്റെ പുതിയ റിവെഞ്ച് ഓഫ് ടിപ്പിംഗ് പോയിന്റ് വായിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇവരുടെ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ വീഡിയോസ് കാണും ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പൊ ഇവരുടെ പെർസ്പെക്റ്റീവ്സിൽ ഇവരിങ്ങനെ അത് പറയും. അപ്പൊ നമുക്കൊരു അധികം ഞാൻ എഴുതുക അല്ല വായിക്കുക, ഈ പുസ്തകങ്ങൾ വായിച്ച് സ്റ്റക്ക് ആവുന്ന സമയത്ത് ഇത് പോയി കാണും, ഈ വീഡിയോ അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് കാണും. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ഒരു മൂവ്മെന്റ് കിട്ടും. പക്ഷെ അല്ലാത്ത പുസ്തകങ്ങൾക്ക്, നമുക്ക് ഫിക്ഷനിലൊന്നും നമുക്കത് കിട്ടില്ല പലപ്പോഴും. കാരണം പ്രത്യേകിച്ച് മലയാളം പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഇപ്പൊ പിന്നെയുണ്ട്, പക്ഷെ നമുക്കൊരു ക്യൂറേറ്റഡ് പ്ലേസ് ഇല്ല. അപ്പൊ ഞാനൊരു ഇപ്പം ഹരീഷിന്റെ പുസ്തകം പറഞ്ഞു, ഹരീഷിന്റെ പുസ്തകം വായിക്കുകയാണ് ഇടയിൽ വെച്ചിട്ട്. അപ്പൊ ഹരീഷ് ഈ പുസ്തകത്തിനെ പറ്റി സംസാരിച്ച കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ആ പുസ്തകം കുറച്ചും കൂടി ഒന്ന് മൂവ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ റൈറ്റർ നമ്മളുടെ അടുത്ത് വന്നിട്ട്, ഇപ്പൊ നമ്മളൊരു പുസ്തകം വായിച്ച് നിർത്തുന്ന സമയത്ത് റൈറ്റർ നമ്മളെ അടുത്ത് വന്നിട്ട് നിർത്തല്ലേ, അടുത്ത പേജ് കൂടെ വായിച്ച് അതങ്ങ് മുന്നോട്ട് നീങ്ങുമെന്ന് പറയുന്ന മാതിരിയുള്ള ഇത് വരും. അപ്പൊ ആ ബുക്ക് ക്ലബ്സ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഇപ്പൊ നമ്മളൊരു പുസ്തകം ഒരു 4-5 ആൾക്കാർ കൂടി വായിക്കുന്ന സമയത്ത് ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ബുക്ക് ബെറ്റർ ആൻഡ് എക്സ്പാൻഡ് ദ ബുക്ക് ബെറ്റർ എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു കൾച്ചർ ഞാൻ ചെറുതാവും നാട്ടിലും കണ്ടിട്ടില്ല. ആൾക്കാർ പുസ്തകങ്ങൾ അവരവരുടെ ഒരു വളരെ സ്വകാര്യമായിട്ടുള്ള ഒരു സംഭവമാണ്. മാതൃഭൂമിയും ഡി സി ഒക്കെ അവരുടെ ബുക്ക് ഷോപ്പിൽ ഒരു ചെറിയ സ്പേസ് മാസത്തിൽ ഒരിക്കലോ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഇപ്പൊ റീസെന്റ് ആയിട്ട് അവർ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നേരത്തെ ഇപ്പൊ എല്ലാവർക്കും ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പൊ അതിലിടെ ഇന്ന പുസ്തകമാണ് ചർച്ച ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഓതർ ഒന്നുമില്ല, ആരെങ്കിലും ആ പുസ്തകം അവതരിപ്പിക്കുന്നു, ഒരാൾ മോഡറേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതി കേൾക്കാനൊരു 20-25 പേരൊക്കെ എന്ന് പറഞ്ഞ ഒരു ചെറിയ ക്രൗഡ്, അങ്ങനെ പുസ്തകത്തിന്റെ ചർച്ചയും റീസെന്റ് ആയിട്ട് നടക്കും. ഞാൻ പക്ഷേ അധികവും അങ്ങനെ തന്നെ. എനിക്ക് പൊതുവെ ആൾക്കൂട്ടം കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ് എന്ന് വിചാരിച്ച് ഞാൻ ടോക്കിനൊക്കെ പോകുമ്പോൾ അതെനിക്ക് പ്രശ്നമില്ല. ഒരു സബ്ജക്റ്റ് എനിക്ക് പോവാൻ എത്ര വലിയ ക്രൗഡിനെ അഡ്രസ് ചെയ്യുക, അല്ലെങ്കിൽ കഴിയുന്നതും നമ്മുടെ ഒരു സ്പേസിൽ വീട്ടിലിരിക്കാൻ താല്പര്യപ്പെടുന്ന ആളാണ്. അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും നമുക്ക് ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള വളരെ കുറച്ച് സുഹൃത്ത് ഇവരുടെ കൂടെ പോകാന്നല്ലാണ്ട് എനിക്ക് അല്ലാത്തൊരു ക്രൗഡ് അത്ര കംഫർട്ടബിൾ.
ഫെസ്റ്റിവൽസിനൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, അല്ലാതെ ഞാൻ പൊതുവെ അങ്ങനെ പോവാറില്ല. പക്ഷെ ഈ പറഞ്ഞ നമുക്ക് പല പെർസ്പെക്റ്റീവ് കിട്ടും. നമ്മൾ വായിക്കുന്ന ഇതല്ലല്ലോ, പല റീഡിങ് വരുമ്പോൾ ഇത് ഞാൻ ഇങ്ങനെ വായിച്ചില്ല, ഇത് ഞാൻ ഇങ്ങനെ കണ്ടില്ല എന്നുള്ള ഒരു സാധനം രസമാണ്. പല ആൾക്കാർ ഇപ്പൊ നമ്മൾ തന്നെ ഒരു കഥ എഴുതിയിട്ട് നമ്മൾ ചിന്തിച്ച പോലെയൊന്നുമല്ല ആൾക്കാർ വായിക്കും. ചില ആൾക്കാർ അതിങ്ങനെ പറയുമ്പോൾ നമുക്ക് തന്നെ ഇത് കൊള്ളാലോ എന്ന് തോന്നുന്ന പോലെ, അത് ശരിക്കും രസമുള്ളൊരു സംഭവമാണ്. നമ്മൾ ഒരു പുസ്തകത്തിന് പല വായനകൾ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും. അതെ. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു സംഭവം, പുസ്തകം വായിച്ചിട്ട് 2-3 ആഴ്ച കഴിഞ്ഞിട്ട് അതിന്റെ ഒരു വീഡിയോ ഉണ്ട് ചെയ്യും. അപ്പൊ എനിക്ക് പലപ്പോഴും എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കല് അത് നമ്മളൊരു ഒന്നും വീഡിയോ തന്നെ ചെയ്യണമെന്നില്ല. അപ്പൊ എഴുതുകയാണെങ്കിലും നമ്മൾ ആ പുസ്തകത്തിനെ പറ്റി അത് ഇമ്മീഡിയറ്റ്ലി ചെയ്യരുത്. അപ്പോൾ ഈ 2-3 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നതും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതുമാണ് നമ്മൾ എക്കാലത്തും നിലനിൽക്കുക എന്നുള്ളത്. അത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പുസ്തകങ്ങളൊക്കെ വായിച്ച് ചിലതൊക്കെ 2-3 മാസം കഴിഞ്ഞിട്ട്, അപ്പൊ ആ സമയത്ത് നമ്മൾ ഒന്നും കൂടി ഒന്ന് റെഫർ ചെയ്യും. പ്രത്യേകിച്ച് നോൺ ഫിക്ഷൻ ഒക്കെ ആണെങ്കിൽ, ഫിക്ഷൻ ആണെങ്കിൽ പറ്റില്ല, നോൺ ഫിക്ഷൻ ആണെങ്കിൽ ഒന്ന് റെഫർ ചെയ്യും, എന്തായിരുന്നു ഇതിന്റെ മെയിൻ പോയിന്റ്സ്, നമുക്ക് ഓർമ്മ ഉണ്ടോ എന്നുള്ളത്. അപ്പൊ എന്തിനാണ് ഇതൊക്കെ ചെയ്യണമെന്നുള്ളൊരു ചോദ്യം വരെയാണ് ആൾക്കാർ പറയുന്നത്. നമുക്കിത് വേറെ ഒന്നുമില്ല ഇത്. അത് ഞാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഇപ്പം പുസ്തകം വായന അല്ലെങ്കിൽ ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ എനിക്കത് ആ ഇത് കാണുമ്പോൾ ഈ പുസ്തകം വായിക്കാം എന്നുള്ള, ഞാൻ പറഞ്ഞില്ല ഒരുപാട് പുസ്തകങ്ങളുണ്ട്, അപ്പൊ നമ്മൾ എന്ത് വായിക്കും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യുന്ന അതാണ്. എന്നുവെച്ചാൽ അത് ഒരുപാട് വലിയതിലല്ല, പക്ഷെ ഒരു സാധനം പറയുന്നു, അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയുമ്പോൾ എനിക്ക് ഓക്കെ ഐ വോണ്ട് ടു റീഡ് ദിസ് എന്നുള്ളൊരു ഫീൽ എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോൾ. ബുക്സിനെ കുറിച്ച് ആൾക്കാർ പറയുന്നത് അത് ഞാൻ എപ്പോഴും കാണുന്നത്. കാരണം ഇവർ കൃത്യമായിട്ട് പറയുന്നു, ഇവരിത് സീരിയസ് ആയിട്ട് ചെയ്യുന്നതാണ്. കാരണം ഒരു ബുക്കിനെ കുറിച്ച് പറയില്ല അത്ര എളുപ്പമല്ല. നമ്മൾ അത്രയും സീരിയസ് ആയിട്ട് വായിച്ച് കൃത്യമായിട്ട് പറയാനുള്ള സാധനം നമുക്ക് ഈ പറഞ്ഞ പോലെ റിട്ടൈൻ ചെയ്യണമല്ലോ. അത് കഴിഞ്ഞിട്ട് അവർ പറയുമ്പോൾ ഞാൻ അങ്ങനെ പല പുസ്തകങ്ങളും ഈ പറഞ്ഞ കേട്ടിട്ട് വാങ്ങി വായിക്കാറുണ്ട്. സത്യത്തിൽ അത് നല്ലൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഫോർ റീഡേഴ്സ്. ഫോർ റീഡേഴ്സ് ഇപ്പൊ നമ്മളൊരു പുസ്തകം വാങ്ങി ഇത് വായിച്ചു കഴിഞ്ഞാൽ അത് എന്റെ മാത്രം എന്താവുന്നുള്ളൂ, വേറെ ഒരാളിലേക്ക് എത്തണം എന്നില്ല. ഞാനെങ്കിൽ ഇത് പറയാനോ എഴുതാനുള്ള മടിക്ക് ചിലപ്പോൾ ആ പുസ്തകത്തിന്റെ ഫോട്ടോ മാത്രമെങ്കിലും ഇടും. അപ്പൊ നമ്മള് അതായത് നമ്മുടെ അറിയുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മൾ വായനയിൽ കുറച്ച് ഇതാണെന്ന് കാണുമ്പോൾ നമ്മളോട് ചോദിക്കും നല്ല പുസ്തകമാണോ, ഒരു അഭിപ്രായം ചോദിക്കും. അപ്പൊ അങ്ങനെ ഒരു സർക്കിൾ നമ്മൾ നേരിട്ട് കാണുന്നില്ലെങ്കിൽ കൂടിയും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ എനിക്കൊന്ന് അത് ഭയങ്കര രസമുള്ള നല്ലൊരു പരിപാടിയാണ്. അതെ. പക്ഷെ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, ഇപ്പൊ പറയാറുണ്ട്, എനിക്ക് വായിക്കാൻ യാതൊരു വായനയില്ല, ഒന്നുമില്ല, ഏത് പുസ്തകം വെച്ചിട്ട് തുടങ്ങണം. ഞാൻ പറഞ്ഞു, ഒരു വായനാശീലം ഇല്ലെങ്കിൽ ഏത് പുസ്തകം വെച്ച് തുടങ്ങിയാലും ഒരേപോലെയാണ്. അപ്പൊ ആൾക്കാർക്ക്, നിങ്ങൾക്ക് വായിക്കുന്ന സമയം നഷ്ടമായി പോകുമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ഏത് പുസ്തകം വായിച്ചാലും വലിയ കാര്യമൊന്നുമില്ല. കാരണം ഞാനിപ്പോ ഒരു പുസ്തകം പറയാണ്, അതിനൊരു 300 പേജ് ഉണ്ട്, നിങ്ങൾ കുറെ മണിക്കൂറുകൾ എടുത്തു, നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാൻ പോകാത്തൊരു സമയമാണ്. ഇപ്പൊ സിനിമയാണെങ്കിൽ നിങ്ങൾക്ക്, ഇപ്പൊ എന്നോട് സിനിമയെ പറ്റി പറഞ്ഞിട്ട് തന്നെ അത് കണ്ടിട്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പോയി കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടാണ്ട എന്റെ സമയം പോയി എന്നുള്ളത്. അപ്പൊ അതിനെക്കാട്ടും 10 മടങ്ങ് സമയം നഷ്ടപ്പെടും ഈ പുസ്തകം പറഞ്ഞിട്ട്, അല്ലെ? അപ്പോ എനിക്ക് തോന്നുന്നത്, പക്ഷെ അതിനെ പറ്റിയിട്ടുള്ള ഒരു മിനിറ്റ്, എനിക്ക് കോള് വരുന്ന സമയത്ത്, സൂമിലാവുന്ന സമയത്ത് ഈ വാട്സാപ്പ് കോള് മാതിരിയാണ്, വേറൊരു കോള് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇത് വരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത്, ആ പുസ്തകങ്ങളെ പറ്റിയിട്ടുള്ള ചർച്ചകൾ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഫോർ പീപ്പിൾ ടു സ്റ്റാർട്ട് റീഡിങ്, ഫോർ പീപ്പിൾ ടു കണ്ടിന്യൂ റീഡിങ്, ഫോർ പീപ്പിൾ ടു കണക്ട് ത്രൂ റീഡിങ് എന്നുള്ളത്. ഇപ്പം കുറച്ച് ആൾക്കാർക്ക് ഒരു പുസ്തകം, 2 പുസ്തകം റെക്കമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതാണ് റെക്കമെൻഡ് ചെയ്യുക, ഇപ്പൊ വായിക്കുന്നതല്ലാത്ത? അത് ഈ പറഞ്ഞ പോലെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ആളുകൾക്ക് അനുസരിച്ച് മാറും. അപ്പൊ നമ്മുടെ ഒരു ടേസ്റ്റ് ആവണമെന്നില്ല വേറൊരാള് വായിക്കുമ്പോ ഉണ്ടാവുക. അപ്പം എന്ത് പറയും എന്നുള്ളത് എനിക്ക് വലിയ കൺഫ്യൂഷനാണ്. അല്ല, അടുത്ത് വായിച്ച പുസ്തകങ്ങൾ, ഇറങ്ങിയ പുസ്തകങ്ങളാണെങ്കിൽ അടുത്ത് വായിച്ചതിന് സാറ ജോസഫ്, മലയാളത്തിലാണെങ്കിൽ സാറ ജോസഫ് എന്റെ എല്ലാ കാലത്തെയും എന്റെ ഭയങ്കര ഇൻസ്പയറിങ്. എനിക്ക് അവരോട് ഹ്യൂജ് റെസ്പെക്ട് ഫോർ ഹർ. അങ്ങനെ ദ കൈൻഡ് ഓഫ് എഫേർട്ട് ഷീസ് ടേക്കിംഗ്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ വന്ന നോവലാണെങ്കിലും ഇപ്പൊ നമുക്കൊക്കെ അറിയുന്ന കഥയാണ്. ബൈബിളിലെ ലോത്തിന്റെ കഥ എന്നൊക്കെ പറയുന്ന ഒരു സാധനം. പക്ഷെ അവരെഴുതും, സാറ ജോസഫിന്റെ എഴുത്തിന് വേറൊരു സെൻസിബിലിറ്റി. നമ്മള് പെണ്ണെഴുത്ത് ആണെഴുത്ത് എന്ന് പറയില്ല, പക്ഷെ ഈ പറയുന്ന സ്ത്രീകളെ പോർട്രേ ചെയ്യുമ്പോൾ
അവർക്കൊരു വല്ലാത്ത സെൻസിബിലിറ്റി എനിക്കറിഞ്ഞൂടാ. അതെന്ത് ഭംഗിയായിട്ടാണെന്നറിയോ ആ സാധനം ഉണ്ടാക്കുന്ന. ഇതിലെ ഈ അബ്രഹാമും സാറയൊക്കെ പറയുമ്പോൾ സാറയുടെ ഒക്കെ ക്യാരക്ടറൊക്കെ കൊണ്ടുവന്ന് ചില വാചകങ്ങളൊക്കെ ഉണ്ട് നമ്മളത് ഇവിടെയൊക്കെ തറക്കെന്ന് പറഞ്ഞ മാതിരി. പിന്നെ അവരത് എടുക്കുന്ന ഒരു എഫേർട്ട് ഈ ഒരു സമയത്ത് നമ്മളൊക്കെ എന്തൊരു മടി പിടിച്ച് ഇരിക്കുന്നതെന്ന് വിചാരിക്കും. ഒരു കഥയൊക്കെ എഴുതാൻ വലിയ നോവലുകൾ ഇപ്പൊ ബുധിനിയൊക്കെ എഴുതുമ്പോൾ ഒരു ഫോട്ടോഗ്രാഫ് കണ്ടിട്ടാണ് അവർ ഈ പറയുന്ന ഇത്ര പ്രായം അവർ ആ ഫോട്ടോഗ്രാഫിന്റെ മുഴുവൻ തേടി എവിടെ പോയി നോർത്തിലെ ഏതോ ഒരു മറ്റേ ആദിവാസി ഗ്രാമത്തിൽ പോകുന്നു, അവിടെ താമസിക്കുന്നു, അവര് വേറെ ഭാഷ അവരുടെ ഇത് മുഴുവൻ തപ്പി അവരതൊന്നും ഒരു ഗംഭീര നോവൽ ഉണ്ടാക്കി. അപ്പം അവരെടുക്കുന്ന ഒരു എഫേർട്ടും അവര് എഴുതുന്ന ഞാൻ ഏത് കാലത്തും എപ്പോഴും വേണമെങ്കിലും ആർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു എനി വർക്ക് ഓഫ് സാറ ജോസഫ്, എസ്പെഷ്യലി അവരുടെ നോവൽസ്. എനിക്കൊന്ന് അവരുടെ കഥകളെക്കാളും നോവല് എനിക്ക് എപ്പോഴും ഭയങ്കര പ്രിയപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ട്. റീസെന്റ് റീഡില് അത് തീർച്ചയായിട്ടും ഞാൻ വായിക്കണം എന്ന് പറയുന്ന പുസ്തകം. പിന്നെ ഹരീഷ് നേരത്തെ പറഞ്ഞ മാതിരി മൈ ഫേവറേറ്റ്. എനിക്ക് ഹരീഷിന്റെ ഓരോ സാധനം ഇതുവരെ വായിച്ചിട്ട് അയ്യോ എന്ന് തോന്നുന്ന ഒരു സാധനം ഉണ്ട്, എന്റെ കഥകളും നോവലും. തീർച്ചയായിട്ടും ഞാൻ മലയാളി വായനക്കാർ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്തായാലും വായിച്ചിരിക്കേണ്ട ഏഹ് അല്ല എന്താണ് വായിച്ചിരിക്കേണ്ട ഇത് രണ്ടും വായിച്ചിരിക്കേണ്ട നമുക്ക് വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങൾ? അല്ല. അതായത് നമുക്ക് പെട്ടെന്ന് ഇപ്പം വായിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് ഇതിലേക്ക് അല്ല, നമ്മൾ എഫേർട്ട് എടുക്കും. നമ്മൾ അതിനായിട്ട് ഇരുന്ന് അതിലേക്ക് ഇറങ്ങുന്ന ഒരു സാധനമുണ്ട്. പക്ഷെ കഴിഞ്ഞാൽ വേർത്ത് ഇറ്റ് എന്ന് ഞാൻ പറയും. ആ അപ്പം നമ്മൾ കുറെ നേരമായി സംസാരിക്കണോ? നമുക്ക് ഇനിയും സംസാരിക്കാം. എനിക്ക് തോന്നുന്നത് വല്ലപ്പോഴൊക്കെ ചില പുസ്തകങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഇതൊരു ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി ഒരു ടോക്ക് മാത്രമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ജനറലി ആൾക്കാർക്ക് പുസ്തകങ്ങളെ കുറിച്ചും വരുന്ന പുസ്തകങ്ങളെ കുറിച്ചും ഒക്കെ കാരണം ഓൺലൈനും കൂടെ ഇപ്പൊ എനിക്കൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫെസ്റ്റിവൽസ് നടക്കുമ്പോൾ ഒന്നും പങ്കെടുക്കാൻ പറ്റില്ല, ഒക്കെ പുറത്താണ്. ഇപ്പം ഓരോ സമയത്ത് നമ്മൾ വിചാരിക്കുമ്പോൾ ഇപ്പൊ ആക്ച്വലി WLF വരുന്നുണ്ട്, വിനോദമായിട്ട് ഞാൻ സംസാരിച്ചിട്ട് അങ്ങോട്ട് വരണം എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എത്തിപ്പെടാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നങ്ങളുണ്ട്. അപ്പോ പ്രോബബ്ലി ഇങ്ങനെയുള്ള കോൺവെർസേഷൻസ് ആണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ലഭിക്കുന്നത്, അല്ലെങ്കിൽ അത് അത് കിട്ടില്ല. അപ്പം ഓൾ ദ ബെസ്റ്റ് അടുത്ത എഴുത്തിനും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ പുസ്തകം അയച്ചെന്നതിന് താങ്ക് യു. അപ്പം തീർച്ചയായിട്ടും ആൾക്കാർ വായിച്ചിരിക്കേണ്ടതാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്കൊരു പുതിയൊരു അനുഭവമായിരുന്നു ഇത് വായിക്കുമ്പോൾ. മാത്രമല്ല ഇത് വായിച്ചത് കൊണ്ട് തന്നെ വേറെ പല പുസ്തകങ്ങൾ വായിക്കണമെന്ന് എനിക്ക് തോന്നുന്ന ഒരു സംഭവം കൂടിയാണ്. സമയമാണ് അതിന്റെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിലും. അപ്പം താങ്ക് യു, താങ്ക്സ് ഫോർ യുവർ ടൈം. മൈ പ്ലഷർ. അപ്പം ഇപ്പൊ ടോക്കിംഗ് ടു യു, എസ്പെഷ്യലി നമ്മൾ പുസ്തകം എന്നൊക്കെ പറയുമ്പോൾ അതൊരു സെയിം ഇൻട്രസ്റ്റോ അതൊക്കെ ഉള്ള ആളുകളോട് നമ്മൾ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നു, നമ്മൾ ലേൺ ലോട്ട് ഫ്രോം ദാറ്റ് അല്ലെങ്കിൽ ടേക്ക് ലോട്ട് ഫ്രോം ദാറ്റ്. ഇറ്റ് വാസ് നൈസ്. താങ്ക് യു. താങ്ക് യു. ശരി, ഞാനിവിടെ ഗാർഡനർ വന്നിട്ടുണ്ട്. അപ്പൊ ഗാർഡനർ വന്നിട്ട് അയാളിപ്പോ ബഹളം തുടങ്ങും. അപ്പൊ അതിന്റെ അപ്പൊ ഇത് ഞാൻ ഗരാജിൽ നിന്നാണ്. നമുക്ക് ഈ പുസ്തകങ്ങൾ വെക്കാൻ വീട്ടിന്റെ ഉള്ളിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒക്കെ ഗരാജിന്റെ ഉള്ളിലാണ്. അപ്പൊ ഗരാജിന്റെ ഉള്ളിൽ വരുമ്പോൾ ഭയങ്കര ഇത് വരും. അതും കൂടെയാണ്, അല്ലെങ്കിൽ ഇവിടെ കണ്ടിന്യൂ. കാരണം അപ്പൊ TD ആയിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പം ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ, ഏതാണ്ട് 2 മണിക്കൂറായിട്ട് പോയി. ആൽഫ എന്നുള്ള ചെറിയ പുസ്തകത്തെ പറ്റി സംസാരിക്കാൻ 2 മണിക്കൂർ എടുത്തു. അപ്പം we should continue a conversation on some other topic and something later on as well. Okay. Okay. ശരി, താങ്ക് യു.